നമസ്കാരം. നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെയാണ്, അയ്യങ്കാളി. അയ്യങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വൺസ് അഗെയിൻ എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള നവോത്ഥാന നായകരിൽ ദേശീയ തലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാൾ തന്നെയാണ് അയ്യങ്കാളി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ബേസിക് ഇൻഫർമേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മുഴുവൻ പേരായിട്ട് നമ്മൾ പറയപ്പെടുന്നത് മഹാത്മാ അയ്യങ്കാളി എന്നാണ്. മഹാത്മാ അയ്യങ്കാളി എന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അദ്ദേഹം ജനിച്ചത് 28 ഓഗസ്റ്റ് 1863. പ്രത്യേകം ശ്രദ്ധിച്ച് 1863 ജനിച്ച 3 വ്യക്തിത്വങ്ങളെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. 3 പേര്, 2 പേർ മലയാളികളാണ്. ആദ്യം അയ്യങ്കാളിയുടെ പേര് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പു, അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും 3 പേര് നിങ്ങൾ 1863 ജനിച്ചവരായിട്ട് ഓർത്തിരിക്കണം. അയ്യങ്കാളി, ഡോക്ടർ പൽപ്പു, സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ കണക്ട് ചെയ്യുക. അയ്യങ്കാളി ജനിച്ചത് 1863, ഡേറ്റ് ഓഗസ്റ്റ് 28. ഡേറ്റ് ഓഗസ്റ്റ് 28. ജനിച്ച സ്ഥലം വെങ്ങാനൂർ, ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനിക്കുന്നത്. അന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഫാക്ടറാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ എവിടെയാണ് ജനിച്ചത്? വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിക്കുന്നത്. ജനിച്ച ഡേറ്റ് ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞേ, 1863 ഓഗസ്റ്റ് 28. മുഴുവൻ പേരെന്താ? മഹാത്മാ അയ്യങ്കാളി. യെസ് പറഞ്ഞ. അദ്ദേഹം മരിച്ച ഡേറ്റ് എന്ന് പറയുന്നത് 1941 ജൂൺ 18 ആണ്. 1941 ജൂൺ 18 ആര് മരിക്കുന്നത്? അയ്യങ്കാളി മരിക്കുന്നത്. ഇവിടെ തന്നെയാണ്, തിരുവിതാംകൂർ തന്നെയാണ്, തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക. നല്ല പോയിന്റ് ആണ്, മറന്നുപോകരുത്. ജനിച്ച ഡേറ്റ് ഒരിക്കൽ കൂടി 1863 ഓഗസ്റ്റ് 28. അന്തരിച്ച ഡേറ്റ് 1941 ജൂൺ 18. രണ്ടും തിരുവനന്തപുരത്ത് തന്നെയാണ്. പക്ഷെ ജനന സ്ഥലം നിങ്ങൾ കൃത്യമായി ഒന്നുകൂടി ഓർത്തിരിക്കുക. വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? വെങ്ങാനൂർ. അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരുടെ പേര് നമ്മൾ പഠിക്കുകയാണ്. അയ്യൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്. മാല എന്നായിരുന്നു അമ്മയുടെ പേര്. അപ്പോൾ ഓർത്തിരിക്കുക ഒരിക്കൽ കൂടി. അച്ഛന്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല. അതിന്റെ ചൈൽഡ്ഹുഡ് നെയിം ആണ് കാളി. അതിന്റെ ചൈൽഡ്ഹുഡ് നെയിം കാളി. അപ്പോൾ എങ്ങനെ ആ പേര് വന്നു എന്നുള്ളത്, അതിന്റെ മുഴുവൻ പേരായിട്ടുള്ള അയ്യങ്കാളി എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് കാളി എന്നായിരുന്നു. അച്ഛന്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല. അങ്ങനെ അയ്യങ്കാളി അല്ലേ? യെസ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരാണ് ചെല്ലമ്മ. ചെല്ലമ്മയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് 1888. അദ്ദേഹത്തിന്റെ 25ാമത്തെ വയസ്സിൽ വിവാഹം കഴിയുന്നു. ഭാര്യയുടെ പേര് ചെല്ലമ്മ എന്നാണ്, ഓർത്തിരിക്കുക. ഭാര്യയുടെ പേര് ചെല്ലമ്മ. അപ്പോൾ ഒരിക്കൽ കൂടി, അച്ഛന്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല. കുട്ടിക്കാലത്തെ പേര് കാളി എന്നായിരുന്നു. കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു? കാളി. സ്പൗസിന്റെ പേരെന്താ? ചെല്ലമ്മ എന്നാണ്. സ്പൗസിന്റെ പേര് ഒരിക്കൽ കൂടി ചെല്ലമ്മ. അതായത് വൈഫിന്റെ പേര് ചെല്ലമ്മ. വിവാഹം കഴിഞ്ഞ വർഷം 1888. 1888 എന്ന് പറയുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ്. നിങ്ങൾക്കറിയാം. എന്തായിരുന്നു? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ഫാക്ടറാണ്. മറ്റൊരു രീതി പറയുകയാണെങ്കിൽ റോൾ ഓഫ് പ്രസ് ഇൻ കേരള റിനൈസൻസ് നിങ്ങളുടെ ടോപ്പിക്കാണ്. അതിനകത്ത് മലയാള മനോരമ സ്റ്റാർട്ട് ചെയ്ത വർഷമായിട്ട് നിങ്ങൾ പഠിക്കുന്നത് 1888 ആണ് അല്ലേ? അപ്പോൾ വർഷങ്ങളെ കണക്ട് ചെയ്ത് പഠിച്ചു പോകാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. കുട്ടികൾ 7 പേരായിരുന്നു. അയ്യങ്കാളിക്കും ചെല്ലമ്മയ്ക്കും മക്കൾ എത്ര പേരായിരുന്നു? 7 പേരായിരുന്നു. കമ്മ്യൂണിറ്റി, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പുലയ കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ പുലയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം പോരാട്ടങ്ങൾ കാഴ്ചവെച്ച കേരളത്തിലുള്ള വ്യക്തി, ഇന്ത്യയിലെ തന്നെ വ്യക്തിയായിട്ടൊക്കെ നമുക്ക് ആരെ പറയാം? അയ്യങ്കാളിയെ പറയാം. അപ്പോൾ ഒരിക്കൽ കൂടി, അച്ഛന്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല. കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു അയ്യങ്കാളിയുടെ? കാളി എന്നായിരുന്നു. ഭാര്യയുടെ പേര് ചെല്ലമ്മ. വിവാഹിതരായത് 1888. 7 കുട്ടികളാണ് ഇവർക്ക്. ഏത് കമ്മ്യൂണിറ്റി പെടുന്നു അദ്ദേഹം? പുലയ കമ്മ്യൂണിറ്റി. ഏത് കമ്മ്യൂണിറ്റി? പുലയ. അദ്ദേഹം ഏതൊക്കെ പേരുകളിലാണ്, വിശേഷണങ്ങളിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്? അദ്ദേഹത്തിന് എന്തൊക്കെ വിശേഷണങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെക്കൗട്ട് ചെയ്യുന്നത്. ആളിക്കത്തിയ തീപ്പൊരി, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന് അദ്ദേഹം അറിയപ്പെടാറുണ്ടായിരുന്നു. കിങ് ഓഫ് പുലയ അഥവാ പുലയ രാജ. കിങ് ഓഫ് പുലയ അല്ലെങ്കിൽ പുലയ രാജ എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കിങ് ഓഫ് പുലയ അല്ലെങ്കിൽ പുലയ രാജ. കേരള സ്പാർട്ടേക്കസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സ്പാർട്ടേക്കസ്. കേരള സ്പാർട്ടേക്കസ്. അടുത്തത് ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ. ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ
ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹത്തായ പുത്രൻ, മഹാനായ പുത്രൻ എന്നൊക്കെ ആരെയാ വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയാണ്. അപ്പോൾ 4 വിശേഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് 4ഉം ഉറപ്പായിട്ട് ചോദിക്കുന്ന പോയിന്റുകളാണ്. ഒന്നുകൂടി: ആളിക്കത്തിയ തീപ്പൊരി, പുലയ രാജ, കേരള സ്പാർട്ടേക്കസ്, അതുപോലെ തന്നെ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ. ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ അല്ലെങ്കിൽ മഹത്തായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാരാ? ഇന്ദിരാഗാന്ധിയാണ്. മറന്നുപോകരുത്. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. ഇനി അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഏർലി ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഫസ്റ്റ് ഓഫ് 8 ചിൽഡ്രൻ ഇൻ എ പുലയ ഫാമിലി. പ്രത്യേകം ശ്രദ്ധിക്കുക, 8 മക്കളിൽ ആദ്യത്തെ മകനായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ പുത്രനായിരുന്നു ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുലയ ഫാമിലിയിൽ, ഒരു പുലയ കുടുംബത്തിൽ അദ്ദേഹം 8 മക്കളിൽ ആദ്യത്തെ വ്യക്തിയായിട്ട് ജനിക്കുന്നു, മഹാനായ അയ്യങ്കാളി. His family had a slightly better economic status as they were given 5 acres of land by their landlord. പ്രത്യേകം ഓർത്തിരിക്കുക, നമുക്കറിയാം അധസ്ഥിതരായിട്ടുള്ള, ദളിതരായിട്ടുള്ള, പാവപ്പെട്ടവരായിട്ടുള്ള കുടുംബാംഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് പുലയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അന്നത്തെ കാലത്ത്. അത് മാത്രവുമല്ലാതെ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന പുലയ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ പോലും അടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് അയ്യങ്കാളി ജനിച്ചതും ജീവിച്ചതുമൊക്കെ. സോ ഈ മഹാനായ അയ്യങ്കാളി, തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഈ അയ്യങ്കാളിയുടെ ഫാമിലി ചെറിയൊരു എന്തായിരുന്നു ഒരു ഇംപ്രൂവ്മെൻറ്റ് അവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസിനകത്ത് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ലാൻഡ് ലോഡ് ഇവരുടെ ഫാമിലിക്ക് 5 ഏക്കർ ഭൂമി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വരുമാനങ്ങൾ ഇവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന പുലയ കമ്മ്യൂണിറ്റിയെ പോലൊരു ദാരിദ്ര്യം ഇവർക്ക് അനുഭവിക്കേണ്ടി അധികം വന്നിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഏക്കർ ലാൻഡാണ് ലാൻഡ് ലോഡ് ഇവർക്ക് കൊടുത്തത് അല്ലെങ്കിൽ ഭൂവുടമ ഇവർക്ക് കൊടുത്തത്? 5 ഏക്കർ ലാൻഡാണ്. 5 ഏക്കർ ലാൻഡ്. ക്ലിയർ ആണ്? യെസ്. അടുത്തത്, the Pulaya community was subjected to extreme oppression, denied education, temple entry and freedom of movement. പ്രത്യേകം ഓർത്തിരിക്കുക, ആ കാലയളവുകളിൽ പുലയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് സ്ഥിരമായിട്ട് സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇതാണ്: അടിച്ചമർത്തൽ നേരിട്ടിരുന്നു, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു, അതുപോലെ ക്ഷേത്രപ്രവേശനം അവർക്ക് ലഭിച്ചിരുന്നില്ല, അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയ സ്റ്റേറ്റ്മെന്റിൽ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അല്ലേ? എന്തൊക്കെയായിരുന്നു ഇവർക്ക് ഡിനൈ ചെയ്യപ്പെട്ടിരുന്നത്, എന്തൊക്കെയായിരുന്നു ഇവരെ നേരിടേണ്ടി വന്നിരുന്നത് പുലയ കമ്മ്യൂണിറ്റി ആരുടെ കാലയളവിൽ? അയ്യങ്കാളിയുടെ കാലയളവിൽ നേരിടേണ്ടി വന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ദ പുലയ കമ്മ്യൂണിറ്റി വാസ് സബ്ജക്റ്റഡ് ടു എക്സ്ട്രീം ഒപ്രഷൻ. ഈ പറയുന്ന പോലെ അടിച്ചമർത്തൽ നേരിട്ടിരുന്നു, അതുപോലെ തന്നെ വിമുഖത പല കാര്യങ്ങളിൽ അവർ ഫേസ് ചെയ്തിരുന്നു. ഡിനൈഡ് എഡ്യൂക്കേഷൻ അല്ലെ, വിദ്യാഭ്യാസം അവർക്ക് നിഷേധിച്ചിരുന്നു. ടെമ്പിൾ എൻട്രി ഡിനൈ ചെയ്തിരുന്നു അല്ലെ? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശനം അവർക്കില്ലായിരുന്നു. അതുപോലെ തന്നെ എന്തിനേറെ പറയുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം പോലും അവർക്ക് ഇല്ലായിരുന്നു. ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സോഷ്യൽ ഡിവിഷൻസ് ഇൻ ട്രാവൻകൂർ മെയ്ഡ് പുലയേഴ്സ് സ്ലേവ്സ് ഓഫ് അഗ്രേറിയൻ സൊസൈറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതി പ്രകാരം പുലയേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുലയ കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഏറ്റവും പ്രധാനമായിട്ട് കർഷകരുടെ ഇടയിൽ തന്നെയും അടിമകളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് മെജോറിറ്റിയും. അപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കിടയിൽ പോലും, അല്ലെങ്കിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കിടയിൽ പോലും അടിമകളായിട്ടാണ് പുലയ കമ്മ്യൂണിറ്റി അന്ന് കഴിഞ്ഞിരുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ? സാധാരണഗതിയിലുള്ള ഒരു പുലയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഫാമിലി പോലല്ലായിരുന്നു അയ്യങ്കാളിയുടെ ഫാമിലി. കാര്യം അവർ ഇക്കണോമിക്കലി ഒരു അല്പം ബെറ്റർ ആയിരുന്നു. കാര്യം ഭൂവുടമ അവർക്ക് എത്ര ഏക്കർ ലാൻഡ് നൽകിയിരുന്നു? 5 ഏക്കർ ലാൻഡ് നൽകിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, പുലയ കമ്മ്യൂണിറ്റി 8 മക്കളിൽ മുതിർന്നവനായിട്ടാണ് അയ്യങ്കാളി ജനിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, അവർ ഇക്കണോമിക്കലി മറ്റ് കുടുംബങ്ങളെക്കാളും, പുലയ കമ്മ്യൂണിറ്റിപ്പെട്ട കുടുംബങ്ങളെക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. എന്നിരുന്നാൽ പോലും ഈ പുലയ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ എല്ലാവരും കണ്ടിരുന്നത് അഗ്രേറിയൻ സൊസൈറ്റിയിലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ഇടയിലെ അടിമകളായിട്ടാണ്. അതോടൊപ്പം തന്നെ അവർക്ക് എന്തൊക്കെ നേരിടേണ്ടി വന്നു? അടിച്ചമർത്തൽ നേരിടേണ്ടി വന്നു, വിദ്യാഭ്യാസം നിഷേധിച്ചു, ടെമ്പിൾ എൻട്രി നിഷേധിച്ചു, ക്ഷേത്രപ്രവേശനം നിഷേധിച്ചു. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം. അയ്യങ്കാളി ഗ്രൂ അപ്പ് വിറ്റ്നസിങ് ദ സിവിയർ കാസ്റ്റ് ഒപ്രഷൻ ഓഫ് ദ ടൈം. ഓക്കെ അല്ലേ? അപ്പോൾ അയ്യങ്കാളി ജനിച്ചു വളർന്ന ആ സമയത്ത് തന്നെ അയ്യങ്കാളി കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, പുലയ കമ്മ്യൂണിറ്റിയെ വളരെയധികം ഈ പറയുന്ന പോലെ തന്നെ ജാതി വിവേചനത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്നതാണ് അയ്യങ്കാളി കണ്ടു വളർന്നത്. He and his friends protested against caste-based discrimination through songs and folk performance. പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ അയ്യങ്കാളിയുടെ തുടക്കം മുതൽ അയ്യങ്കാളി ഈ പറയുന്ന പോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഈ പറയുന്ന പോലെ തന്നെ എന്ത് രീതിയിലായിരുന്നു ഈ പ്രതിഷേധം ആദ്യകാലങ്ങളിൽ അദ്ദേഹം സംഘടിപ്പിച്ചത്?
എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ നാടോടി നൃത്തങ്ങളിലൂടെയും നാടോടി നാടകങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, ഈ പറയുന്ന പോലെ പ്രതിഷേധങ്ങൾ ആദ്യകാലത്ത് സംഘടിപ്പിച്ചിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാടോടി ഗാനങ്ങൾ, ഈ പറയുന്ന ഗ്രാമീണ ഗാനങ്ങൾ പ്രതിഷേധ ഗാനങ്ങളാക്കി അവയെ മാറ്റുകയും അതുപോലെ തന്നെ നാടോടി കലാരൂപങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ, നൃത്തമായിരുന്നാലും ശരി നാടകമായിരുന്നാലും ശരി എന്നിവയിലൂടെയൊക്കെ ആയിരുന്നു അയ്യങ്കാളി എന്ത് ചെയ്യുന്നത്, ആദ്യകാലത്ത് പ്രതിഷേധിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം, വരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. യെസ്, മേജർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് മൂവ്മെന്റ്സ്. അതിൻ്റെതായിട്ടുള്ള മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട മേജർ കോൺട്രിബ്യൂഷൻസ്. യെസ്, ഫസ്റ്റ് വൺ, സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുലയ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. സോ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ആ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നമുക്ക് നോക്കാം. നമ്പർ 1, ഇൻ ദ ഇയർ 1893, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർഷമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. സോ ഓർത്തിരിക്കുക, കണ്ടക്റ്റഡ് ദ ഫേമസ് വില്ലുവണ്ടി യാത്ര അഥവാ ബുള്ളറ്റ് കാർട്ട് പ്രൊട്ടസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഓർത്തിരിക്കുക, ഇംഗ്ലീഷ് ചിലപ്പോൾ ബുള്ളറ്റ് കാർട്ട് പ്രൊട്ടസ്റ്റ് എന്നൊക്കെ തന്നു കളയും, ഓക്കെ അല്ലേ? അപ്പോൾ അറിയുക, വില്ലുവണ്ടി യാത്ര അല്ലെങ്കിൽ ബുള്ളറ്റ് കാർട്ട് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് 1793 ആര് സംഘടിപ്പിച്ചതാണ്? അയ്യങ്കാളി സംഘടിപ്പിച്ച ഒരു പ്രൊട്ടസ്റ്റ് ആണ്. വെർ ഹി വോർ അപ്പർ കാസ്റ്റ് അറ്റയർ ആൻഡ് ട്രാവൽഡ് ഓൺ റോഡ്സ് പ്രൊഹിബൈറ്റഡ് ഫോർ ലോവർ കാസ്റ്റസ്. വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ എടുത്തു പറയുന്നത്. അന്ന് അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ ഉന്നത കുല ജാതർക്ക് മാത്രം ധരിക്കാൻ അനുവാദമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അവ ധരിച്ച് അവർക്ക് മാത്രം നടക്കാൻ കഴിയുന്ന റോഡുകളിലൂടെ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന റോഡുകളിലൂടെ കാളവണ്ടിയുടെ പുറത്തേറി ആര് നടന്നു, അല്ലെങ്കിൽ ആര് യാത്ര ചെയ്തു? യെസ്, അയ്യങ്കാളി യാത്ര ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത് എത്രത്തോളം രസകരമായ ഒരു സമരമായിരുന്നു അദ്ദേഹം കണ്ടക്ട് ചെയ്തെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി, ഏത് വർഷമാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത്? 1793. ആ വില്ലുവണ്ടി സമരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി, ആ വില്ലുവണ്ടി സമരത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്തു. ഒന്ന്, ഉന്നത കുല ജാതർക്ക് മാത്രം അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ധരിക്കാൻ അനുവാദമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, യെസ്, അവർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുന്ന റോഡുകളിലൂടെ മാത്രം ട്രാവൽ ചെയ്യുകയും ചെയ്തു, അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 രീതിയിലായിരുന്നു ആ പ്രതിഷേധം. The protest led to violent clashes but inspired similar revolts elsewhere. പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ തോതിലുള്ള സംഘർഷവും കലാപങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും എന്നിരുന്നാൽ അവയൊക്കെ തന്നെ അയ്യങ്കാളി സധൈര്യം നേരിടുകയും ചെയ്തു. മാത്രവുമല്ല, ഇത് മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് പ്രചോദനമായി തീരുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വില്ലുവണ്ടി സമരം മറന്നുപോയത് വർഷം 1893. These movements are sometimes referred to as ചാലിയാർ റയോട്ട്സ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാലിയാർ റയോട്ട്സ് എന്ന് പറയുന്ന പേരിലും ഇതെന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. ഈ പറയുന്ന പോലുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ ഒന്നിച്ച് വിളിക്കുന്ന പേര് ചാലിയാർ റയട്ട്സ് എന്നും വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ചാലിയാറിൽ നടന്നു എന്നുള്ള സെൻസ് അല്ല, ചാലിയാർ റയട്ട്സ് എന്ന പേരിൽ ഇത്തരം സ്വഭാവമുള്ള പ്രതിഷേധങ്ങൾ പിൽക്കാലത്ത് അറിയപ്പെട്ടു എന്നുള്ളതും വേറൊരു വസ്തുത, ഓക്കെ അല്ലേ? സോ ചാലിയാർ റയട്ട്സ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രതിഷേധങ്ങൾ എന്ത് തരത്തിലുള്ളവയാണ്? താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം ഉയർന്ന ജാതിക്കാർക്ക് മാത്രം നടക്കാൻ കഴിയുന്ന വഴികളിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഉന്നത കുല ജാതർക്ക് മാത്രം ധരിക്കാൻ കഴിയുന്ന വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക, താഴ്ന്ന ജാതിക്കാർ ധരിക്കുക. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പിൽക്കാലത്ത്, ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ പിൽക്കാലത്ത് ചാലിയാർ റയട്ട്സ് എന്നും അറിയപ്പെട്ടിരുന്നു. By 1900, Pulayas gained the right to use most roads except those leading to Hindu temples. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, വില്ലുവണ്ടി സമരത്തിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്താണ്? അപ്പോൾ ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിട്ടോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. സോ ഓർത്തിരിക്കുക. സോ വാട്ട് വാസ് ദ ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് വില്ലുവണ്ടി യാത്ര ഓർ ബുള്ളറ്റ് കാർട്ട് പ്രൊട്ടസ്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ 1900 1900 പുലയർക്ക് തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ കേരളത്തിലെ, തിരുവിതാംകൂറാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ആ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ഉപയോഗിക്കാനുള്ള അനുവാദം ലഭിച്ചു. എക്സെപ്റ്റ് പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിലേക്ക് നയിക്കുന്ന റോഡുകൾ ഒഴികെ ബാക്കി മെജോറിറ്റി റോഡുകളും ഉപയോഗിക്കാനുള്ള അവകാശം ലഭിച്ചു. അപ്പോൾ ഇത് എത്രത്തോളം വലിയൊരു വിജയമായിരുന്നു വില്ലുവണ്ടി യാത്ര എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അപ്പോൾ ഏത് വർഷത്തോടുകൂടിയാ? 1900. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞേ, വില്ലുവണ്ടി യാത്ര 1893 നയിച്ചത് അയ്യങ്കാളി. 2 രീതിയിലുള്ള പ്രതിഷേധം, ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ധരിക്കാൻ കഴിയുന്ന
വസ്ത്രം ധരിച്ചായിരുന്നു അദ്ദേഹം ആ പ്രതിഷേധം നടത്തിയത്. എന്നിട്ട് എന്ത് ചെയ്തു? ഉയർന്ന ജാതിക്കാർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? കാളവണ്ടിയിൽ യാത്ര ചെയ്തു. അപ്പോൾ ഈ രണ്ട് രീതിയിലായിരുന്നു ആ പ്രതിഷേധം. വലിയ സംഘർഷം അതുപോലെ സംഘടനകളൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ടായി. എങ്കിൽ പോലും അയ്യങ്കാളി തൻ്റെ ആ ഒരു പോരാട്ടത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഇത് പിന്നീട് കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ പ്രചോദനമാവുകയും ചെയ്തു. പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളൊക്കെ തന്നെ ചാലിയാർ റയറ്റ്സ് എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, 1893 ഈ പറയുന്ന വില്ലുവണ്ടി യാത്രയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് 1900 പുലയർക്ക് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലേക്ക് എത്തിപ്പെടുന്ന റോഡുകൾ ഒഴികെ മെജോറിറ്റി റോഡുകളും ഉപയോഗിക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. entered the നെടുമങ്ങാട് മാർക്കറ്റ് ഇൻ ഡിഫിയാൻസ് ഓഫ് കാസ്റ്റ് റെസ്ട്രിക്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നെടുമങ്ങാട്. ആ നെടുമങ്ങാട് മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശിക്കാൻ അനുമതിയില്ലായിരുന്നു. അവിടെയും അദ്ദേഹം തൻ്റേതായ പോരാട്ട വീര്യത്തിൽ അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നെടുമങ്ങാട് മാർക്കറ്റിൽ അദ്ദേഹം എൻട്രി ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അയ്യങ്കാളി നടത്തിയത് എത്രത്തോളം വ്യത്യസ്തതരമായിട്ടുള്ള, എത്രത്തോളം ധൈര്യമാർന്ന പോരാട്ടമായിരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ entered the നെടുമങ്ങാട് മാർക്കറ്റ് ഇൻ ഡിഫിയാൻസ് ഓഫ് കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് പ്രത്യേകം ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, മറന്നുപോരുത്. അപ്പോൾ ജാതി വിവേചനം അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള മാറ്റി നിർത്തലുകൾ അതിനെ ഭയക്കാതെ അദ്ദേഹം ഏത് മാർക്കറ്റിലേക്കാണ് കടന്നു ചെന്നതെന്ന് ചോദിച്ചാൽ നെടുമങ്ങാട് മാർക്കറ്റാണ്, മറന്നുപോകരുത്. അടുത്തത് ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ റൈറ്റ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്ട്രഗിളുകളാണ് അദ്ദേഹം നടത്തിയത്. ഒന്ന് 1893 വില്ലുവണ്ടി യാത്ര, ഓക്കെ അല്ലേ? അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു. പിന്നെ ഏത് മാർക്കറ്റിനകത്ത് താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു? നെടുമങ്ങാട് മാർക്കറ്റിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു. ഈവൻ ദോ അതിനെയും വെല്ലുവിളിച്ച് അയ്യങ്കാളി അവിടേക്കും പ്രവേശിച്ചു എന്നുള്ളതാണ്, അല്ലേ? അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം അഭിമാനം ഉണ്ടാകുന്നു എന്നുള്ളത് വേറൊരു വസ്തുത, അല്ലേ? തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ബോൾഡായിട്ടുള്ള ഒരു ഫേസാണ് അയ്യങ്കാളിയുടെ, അല്ലേ? അദ്ദേഹം നടത്തിയ എഡ്യൂക്കേഷൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങൾ. 1904 he opened a school for untouchables in വെങ്ങാനൂർ. 1904 in the year 1904 he opened a school for untouchables in വെങ്ങാനൂർ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഈ പറയുന്ന പോലെ തന്നെ തൊട്ടുകൂടായ്മയും തീണ്ടായ്മയും അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് 1904 ഇദ്ദേഹം വെങ്ങാനൂർ ഒരു സ്കൂൾ ആരംഭിക്കുന്നു. ഇൻസ്പയർഡ് ബൈ അയ്യാവു സ്വാമികൾ സ്പീച്ച് ഓൺ ബ്രേക്കിംഗ് കാസ്റ്റ് ബാരിയേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹത്തെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തതാണ് അയ്യാവു സ്വാമികളുടെ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ അയ്യങ്കാളിയെ ഏറ്റവും അധികം സ്വാധീനിച്ച പ്രസംഗം ആരുടേതായിരുന്നു? അയ്യാവു സ്വാമികളുടേതായിരുന്നു. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ആ അയ്യാവു സ്വാമികളുടേതായിട്ടുള്ള ജാതി ഭേദം, അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, ജാതീയപരമായിട്ടുള്ള വിവേചനം, ഇതിനെയൊക്കെ തകർത്ത് കളയുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അയ്യാവു സ്വാമികളുടെ സ്പീച്ചിൽ ഇൻസ്പയർഡ് ആയിരുന്നു ആര്? നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആവാം. 1904 അദ്ദേഹം എന്താരംഭിച്ചു? വെങ്ങാനൂര് അൺടച്ചബിൾസിന് ഈ പറയുന്ന പോലെ ഒരു സ്കൂള് ആരംഭിച്ചു. 1907 1907 ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം SJPS മോഡൽഡ് ആഫ്റ്റർ ശ്രീനാരായണ ഗുരുസ് SNDP യോഗം. പ്രത്യേകം ശ്രദ്ധിച്ച്, SNDP യോഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1907 SNDPയുടെ മാതൃകയിൽ സാധുജന പരിപാലന സംഘം എന്ന ഒരു സംഘടന ആര് സ്റ്റാർട്ട് ചെയ്തു? അയ്യങ്കാളി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോക്കൂ, SNDP എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതേ സംഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ അയ്യങ്കാളി ആരംഭിച്ചതാണ് സാധുജന പരിപാലന സംഘം SJPS. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം ഏതാ? 1907. അപ്പോൾ നോക്കൂ, വിദ്യാഭ്യാസ അവകാശങ്ങളുടെ പോരാട്ടവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. പിൽക്കാലത്ത് അയ്യങ്കാളി വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയ അദ്ദേഹത്തിൻ്റെ തന്നെ ഓർഗനൈസേഷനാണ് SJPS എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മളത് ഇവിടെ തന്നെ പഠിക്കുന്നു, സാധുജന പരിപാലന സംഘം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ പേര് തന്നെയുണ്ട്. അൺടച്ചബിൾസിനെ
അതുപോലെ തന്നെ ഒപ്രസ്ഡ് പീപ്പിൾസിനെ, ഇവരെയൊക്കെ തന്നെ സാധുജനങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സാധാരണക്കാരെ, കോമൺ പീപ്പിൾ, അവരെ പരിപാലിക്കുന്ന, ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നാണ് ആ പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. സോ ഹി ഫൗണ്ടഡ് ദ സാധുജന പരിപാലന സംഘം ഇൻ ദ ഇയർ 1907, മോഡൽഡ് ആഫ്റ്റർ ശ്രീനാരായണ ഗുരുസ് SNDP യോഗം. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന SNDP യോഗത്തെ മോഡൽ ചെയ്താണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 1904 എവിടെ അദ്ദേഹം സ്കൂൾ ആരംഭിച്ചു? വെങ്ങാനൂർ. ആരുടെ സ്പീച്ചായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്? അയ്യാവു സ്വാമികൾ നടത്തിയിട്ടുള്ള ജാതി ചിന്ത എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ജാതിയുടെ അതിർവരമ്പുകൾ ഭേദിക്കണമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിലുള്ള സ്പീച്ച് അദ്ദേഹത്തെ വളരെയധികം ഇൻസ്പയർ ചെയ്തിരുന്നു. 1907 അദ്ദേഹം ആരംഭിച്ച സംഘടന പ്രസ്ഥാനം ഏതാണ്? SJPS എന്നാണ് ഫുൾ ഫോം, സാധുജന പരിപാലന സംഘം. ഇത് ആരംഭിക്കാൻ അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ആയത് ഏത് വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഏത് ഓർഗനൈസേഷനായിരുന്നു അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ആയത്? SNDP യോഗം അഥവാ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. SJPS played a crucial role in fighting for the education of Dalit children. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു SJPS എന്തിനാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പിൽക്കാലത്ത് ഏറ്റവും അധികം പോരാട്ടങ്ങൾ നടത്തിയ ഓർഗനൈസേഷൻ ആയിരുന്നു SJPS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി, ദളിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സംഘടന താഴെ തന്നിരിക്കുന്നതിൽ ഏതും ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി പോരാടിയ സംഘടന ഏതും ചോദിച്ചാൽ SJPS നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം, സാധുജന പരിപാലന സംഘം. The first editor of its mouthpiece, സാധുജന പരിപാലനി was ചെമ്പൂത്തറ കാളിച്ചോതി കറുപ്പൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CK കറുപ്പൻ എന്നറിയപ്പെട്ട ചെമ്പുന്തറ കാളിച്ചോതി കറുപ്പൻ എന്ന് പറയുന്ന CK കറുപ്പൻ ആയിരുന്നു ഏത് പ്രസിദ്ധീകരണത്തിന്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധുജന പരിപാലിനി. പ്രത്യേകം ശ്രദ്ധിച്ച്, സാധുജന പരിപാലന സംഘത്തിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരണം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന, അല്ലെങ്കിൽ മുഖപത്രം എന്ന് വിളിക്കാവുന്ന പ്രസിദ്ധീകരണം ഏതായിരുന്നു? സാധുജന പരിപാലിനി. ഒരിക്കൽ കൂടി, സാധുജന പരിപാലിനി എന്നായിരുന്നു എന്തിന്റെ മുഖപത്രം അറിയപ്പെട്ടിരുന്നത്? SJPS അഥവാ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം അറിയപ്പെട്ടിരുന്നത്. അതിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ചെമ്പുന്തറ കാളിച്ചോതി കറുപ്പൻ അഥവാ CK കറുപ്പൻ ആയിരുന്നു. ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു പേര് അയ്യങ്കാളി, റാദദാൻ അയ്യങ്കാളി, നമ്മൾ ഇന്ന് പഠിച്ച മറ്റൊരു പ്രമുഖ പേരാണിത്. ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചേർന്ന് നിൽക്കുന്ന ആൾക്കാരല്ലാതെ നമ്മളിപ്പോൾ പഠിച്ച മറ്റൊരു പ്രമുഖ പേരാണ് എന്ത്? ചെമ്പൂന്തറ കാളിച്ചോതി കറുപ്പൻ അഥവാ CK കറുപ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു സാധുജന പരിപാലിനി എന്നറിയപ്പെടുന്ന SJPSന്റെ മൗത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രത്തിന്റെ അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിന്റെ ആദ്യത്തെ എഡിറ്റർ. Enrolling a Pulaya girl in a government school led to violent opposition. നിങ്ങൾക്കറിയാം കണ്ടല വിപ്ലവം അല്ലെങ്കിൽ കണ്ടല സമരം അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടല വിപ്ലവം അല്ലെങ്കിൽ കണ്ടല സമരം എന്നൊക്കെ അറിയപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇത് ലീഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നായിരുന്നു അല്ലേ? പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഗവൺമെന്റ് സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അവരത് അനുവദിച്ചില്ല. പിന്നെ നടന്നത് ഈ പറയുന്ന പോലെ തന്നെ ആ സ്കൂൾ കത്തിക്കുന്ന കലാപരിപാടിയാണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? സ്കൂളൊക്കെ പിന്നെ കത്തിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടല സമരം അല്ലെങ്കിൽ കണ്ടല വിപ്ലവം പ്രത്യേകം ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുലയ ഗേൾ ആയിട്ടുള്ള പഞ്ചമിയാണ് അദ്ദേഹം അവിടെ എന്ത് ചെയ്യാൻ ശ്രമിച്ചത്? അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പഞ്ചമിയുടെ അച്ഛൻ്റെ പേര് പൂജാരി അയ്യൻ എന്നാണ്. ആ പൂജാരി അയ്യൻ്റെ മകളായിട്ടുള്ള പഞ്ചമിയെയാണ് ഈ പറയുന്ന പോലെ തന്നെ ഓർത്തിരിക്കുക അദ്ദേഹം അഡ്മിഷന് വേണ്ടി കൊണ്ടുപോകുന്നത്. The school in Uruttambalam was burned down by upper caste groups. പ്രത്യേകം ശ്രദ്ധിക്കുക, the school in Uruttambalam was burned down by upper caste groups. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ സ്കൂളിലേക്ക് ഈ കുട്ടിയെ അഡ്മിഷന് കൊണ്ടുവരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്കൂളിനെ അപ്പർ കാസ്റ്റ് ഗ്രൂപ്പുകാർ തീവയ്ക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ കത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ സ്കൂളല്ല, സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അപ്പർ കാസ്റ്റുകാർ ഡീൽ ചെയ്തിരുന്ന വലിയൊരു കെട്ടിടമുണ്ടായിരുന്നു. അത് അയ്യങ്കാളി തിരികെ കത്തിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ കത്തിച്ചത് അപ്പർ കാസ്റ്റ് ഗ്രൂപ്പുകാരും, അതുപോലെ തന്നെ ഓർത്തിരിക്കുക സ്കൂളിലെ ഈ അപ്പർ കാസ്റ്റുകാരുടെ മാനേജ്മെന്റ് റൂം ആര് കത്തിക്കുകയും ചെയ്തു? അയ്യങ്കാളി കത്തിക്കുകയും ചെയ്തു. അപ്പോൾ ചിലയിടങ്ങളിൽ സ്കൂൾ കത്തിച്ചത് അയ്യങ്കാളിയാണെന്നുള്ള സെൻസിൽ എന്താണ് രേഖകളുണ്ട്, അത് തെറ്റാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, ശരിക്കും സ്കൂളല്ല കത്തിച്ചത്, സ്കൂൾ മാനേജ്മെന്റിന്റെ
കാസ്റ്റിൻ്റെ, ഈ പറയുന്ന അപ്പർ കാസ്റ്റുകാരുടെ ഒരു റൂമാണ് ആര് കത്തിക്കുന്നത്? യെസ്, അയ്യങ്കാളി കത്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ നവോത്ഥാന നായകരിൽ എനിക്കൊരു പക്ഷേ അയ്യങ്കാളിയോടുള്ള ഏറ്റവും വലിയ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന കോൺസെപ്റ്റിൽ കുറച്ചു കാലമെങ്കിലും അദ്ദേഹം അത് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കൈക്കരുത്തും അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ തല്ലിങ്ങനെ വെറുതെ വാങ്ങേണ്ടതല്ല എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും ഈ പറയുന്ന പോലെ തന്നെ യുവാക്കൾക്കിടയിൽ വലിയൊരു സ്വാധീനം സൃഷ്ടിച്ച ഒരു പോരാട്ടമായിരുന്നു. അപ്പം പ്രത്യേകം ഓർത്തിരിക്കുക. സോ അപ്പർ കാസ്റ്റുകാർ എന്ത് ചെയ്തു? ഈ ഊരൂട്ടമ്പലം എന്ത് ചെയ്തു? സ്കൂള് കത്തിച്ചു. എന്നാൽ ഉയർന്ന ജാതിക്കാരുടെ ഈ പറയുന്ന പോലെ തന്നെ മാനേജ്മെന്റ് റൂമൊക്കെ ആര് കത്തിക്കുകയായിരുന്നു? അയ്യങ്കാളി കത്തിക്കുകയായിരുന്നു. 1904 to 1905 organized the first agriculture labor strike demanding education rights and social justice. പ്രത്യേകം ശ്രദ്ധിക്കുക, 1904 മുതൽ 1905 വരെ കർഷക സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർഷക തൊഴിലാളി സമരം, ആദ്യത്തെ കർഷക തൊഴിലാളി സമരം കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് ആരാണ്? യെസ്, അയ്യങ്കാളിയാണ്. 1904 ആരംഭിച്ചു, 1905 അത് അവസാനിക്കുന്നത്. സോ പ്രത്യേകം ഓർത്തിരിക്കുക എന്തൊക്കെയായിരുന്നു അതിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. യെസ്, കാർഷിക തൊഴിലാളികളുടെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നീതി, സാമൂഹിക നീതി എന്തൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്, എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സമരം നടക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി 1904 മുതൽ 1905 വരെ ആണ് ആദ്യത്തെ കാർഷിക തൊഴിലാളി സമരം അല്ലെങ്കിൽ കർഷക തൊഴിലാളി സമരം ആര് സംഘടിപ്പിക്കുന്നത്? കേരളത്തിൽ അയ്യങ്കാളി സംഘടിപ്പിക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കുക, ഡിമാൻഡിങ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. പ്രത്യേകം ഓർത്തിരിക്കുക, വിദ്യാഭ്യാസ അവകാശം ആരുടെ? ഈ കർഷക തൊഴിലാളികളുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ മക്കളുടെ വിദ്യാഭ്യാസ അവകാശം, അതുപോലെ തന്നെ സാമൂഹിക നീതി, കർഷക തൊഴിലാളികളുടെയും സാമൂഹിക നീതി എന്നിവ അദ്ദേഹം ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നു. സോ അഗ്രികൾച്ചർ ലേബർ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു. 1904 മുതൽ 1905 വരെ വെങ്ങാനൂരിലായിരുന്നു ഈ അഗ്രികൾച്ചർ ലേബർ സ്ട്രൈക്ക്. ഒരു വർഷത്തോളം അത് നീണ്ടുനിന്നു, 1904 മുതൽ 1905 വരെ. This was the first recorded strike by Dalit agriculture workers in Kerala. ഓൾറെഡി ഞാൻ എടുത്തു പറഞ്ഞു, കേരളത്തിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ട ദളിതരുടേതായിട്ടുള്ള ആദ്യത്തെ കർഷക തൊഴിലാളി സമരമായിരുന്നു എന്ത്? യെസ്, 1904 മുതൽ 1905 വരെ ഇവിടെ നടന്നത്. The strike forced the government to implement better working condition and education rights for Dalits. ഞാൻ പറഞ്ഞല്ലോ, അയ്യങ്കാളിയുടെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത്, മഹാത്മാ അയ്യങ്കാളി എന്ന് അദ്ദേഹത്തെ വെറുതെ വിളിക്കുന്നതല്ല, അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളൊക്കെ വിജയകരമായിരുന്നു. ക്ലിയർ ആണ്? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഊരൂട്ടമ്പലം സ്കൂൾ കത്തിച്ചത് ഈ പറഞ്ഞതിൽ എന്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു? യെസ്, താഴ്ന്ന ജാതിക്കാർ ഒരിക്കലും അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അപ്പർ കാസ്റ്റുകാർ കത്തിച്ചു. തിരിച്ച് മറുപടി എന്നോണം അയ്യങ്കാളി തിരിച്ചെന്താ ചെയ്തത്? ഉന്നത കുലജാതരുടെ മാനേജ്മെന്റ് റൂം എന്ത് ചെയ്തു? അദ്ദേഹം കത്തിച്ചു. ക്ലിയർ ആണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നീട് എന്ത് ചെയ്തു? ഉന്നത കുലജാതർ ഇവരെ കൈവയ്ക്കുന്നത് എന്ത് ചെയ്തു? നിർത്തി എന്നുള്ളത് വേറൊരു വസ്തുത. ആക്രമിക്കുന്നത് ഒരു പരിധിവരെ നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 2, അപ്പോൾ അത് വിജയകരമായിരുന്നു. 2, അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് അദ്ദേഹം നടത്തിയപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മെച്ചപ്പെട്ട വേതനം കർഷക തൊഴിലാളികൾക്ക് നൽകുന്നു. അതുപോലെ കർഷക തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ്സ് അനുവദിക്കപ്പെട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്. പ്രത്യേകം ശ്രദ്ധിച്ചേ, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അല്ലെ, മികച്ച ജോലി സാഹചര്യം കൂടി ആർക്ക് ലഭിക്കുന്നു? ഈ പറയുന്ന ദളിതർക്കും കർഷക തൊഴിലാളികൾക്കും ലഭിക്കുന്നു. എന്നു മുതൽ എന്നു വരെ നടത്തിയ സമരത്തിന്റെ പരിണിത ഫലമാണ് 1904 മുതൽ 1905 വരെയാണ്. സോ ഈ സമരത്തിന്റെ ഒരു റിസൾട്ടായിട്ട്, ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. എവിടെ വെച്ചാണ് നടന്നത്? വെങ്ങാനൂരാണ്. ഈ സ്ട്രൈക്ക് ലീഡ് ചെയ്തത് അയ്യങ്കാളിയാണ്. യെസ്, കറക്റ്റ് ഒരു വർഷത്തോളം നീണ്ടുനിന്ന ഒരു സ്ട്രൈക്കായിരുന്നു ഇത്. മേജർ പ്രൊട്ടസ്റ്റ് ആൻഡ് റിവോൾട്ട്സ്. ആര് നടത്തിയിട്ടുള്ള? അയ്യങ്കാളി നടത്തിയിട്ടുള്ള മേജർ പ്രൊട്ടസ്റ്റുകളും റിവോൾട്ടുകളും നമുക്കൊന്ന് നോക്കാം. യെസ്, 1913 അദ്ദേഹം പുലയ മഹാസഭ സ്ഥാപിച്ചു. പുലയ മഹാസഭ പ്രത്യേകം ശ്രദ്ധിക്കൂ, ഒരു കൺഫ്യൂസിങ് ഫാക്റ്റായിട്ട് ചിലർക്ക് തോന്നിയേക്കാം. 1913 കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അപ്പോൾ അതും ഇതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? യെസ്, ഈ പറയുന്ന പോലെ തെറ്റിദ്ധരിക്കരുത്. 1913 പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. കൊച്ചിൻ പുലയ മഹാസഭ എന്ന പേരിൽ ഇതേ വർഷം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കണക്ട് ചെയ്തോളാം. ശരി, അടുത്തത് 1915 1915
ലെഡ് ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എഗെയിൻസ്റ്റ് കാസ്റ്റ് ഒപ്രഷൻ. എഗെയിൻ പ്രത്യേകം ശ്രദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിരുന്നു, പ്രവർത്തന ഏരിയ ആയിരുന്നു ഈ വെങ്ങാനൂർ ഊരൂട്ടമ്പലം ഒക്കെ. സോ 1915 യെസ്, ജാതി വിവേചനത്തിനെതിരെ, ജാതിയുടെ ഉച്ചനീതത്വത്തിനെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം നടത്തിയതായിരുന്നു ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. അപ്പോൾ ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള നടന്നത് 1915 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കാൻ കാരണം 1090 ആയിരുന്നു അത് വർഷം. 1090 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാള വർഷം 1090 ആയതുകൊണ്ടാണ് അതിനെ 90-ാം ആണ്ട് ലഹള എന്നുകൂടി വിളിക്കുന്നത്. അപ്പോൾ അറിയുക, 1915 എന്ന് പറയുന്നത് മലയാള വർഷം 1090 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സോ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള. എന്ത്? ഊരൂട്ടമ്പലം ലഹള. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എന്തിനെതിരെയായിരുന്നു? കാസ്റ്റ് ഒപ്രഷന് എതിരെയായിരുന്നു. ഓക്കെ അല്ലേ? യെസ്. 1915 തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലെഡ് ദ പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ കല്ലുമാല സമരം. ഏത് ജില്ല? പെരിനാട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കൊല്ലം ജില്ലയിലാണ്. സോ പെരിനാട് സ്ട്രൈക്ക് എന്ന പേരിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ കൂടി, പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ കല്ലുമാല സമരം എന്ന പേരിൽ സമരം സംഘടിപ്പിച്ചതും ആര് തന്നെ? അയ്യങ്കാളി തന്നെയാണ്. വർഷം 1915. അപ്പോൾ 1915 പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. 1915 ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള നടത്തിയതും അയ്യങ്കാളിയാണ്. 1913 പുലയ മഹാസഭ സ്ഥാപിക്കുന്നതും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. സോ ഇനി കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് സ്ട്രൈക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദിസ് വാസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ബേസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ വിമൻ കവറിംഗ് ദെയർ അപ്പർ ബോഡി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, യെസ്, മേൽവസ്ത്രം അണിയുന്നതിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നിരുന്നു? പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. അവരെ അത്തരം കാര്യങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അതിനുള്ള അവകാശങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. സോ അവർക്ക് മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. അതിനെതിരെയാണ് പ്രധാനമായിട്ടും 1915 പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ കല്ലുമാല സ്ട്രൈക്ക്, പെരിനാട് ലഹള എന്നൊക്കെ പേരിൽ അയ്യങ്കാളി ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചത്. അതും വൻ വിജയമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരിക്കൽ കൂടി, മേൽവസ്ത്രം അണിയാനുള്ള അവകാശത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സ്ട്രൈക്ക് ഏതാ? ഊരൂട്ടമ്പൽ ലഹളയാണോ? അല്ല. വില്ലുവണ്ടി യാത്രയാണോ? അല്ല. യെസ്, പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച്, പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം വർഷം 1915. ഇൻസ്പയർഡ് ബൈ ദ ചാന്നാർ റിവോൾട്ട് ഓഫ് ദ നാടാർ കമ്മ്യൂണിറ്റി. പ്രത്യേകം ശ്രദ്ധിച്ച്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ചാന്നാർ റിവോൾട്ട് എപ്പോഴാണ് നടന്നതെന്നുള്ളതും. അതുപോലെ തന്നെ അതിനു മുമ്പ് മേൽമുണ്ട് സമരം നടന്നതൊക്കെ നിങ്ങൾക്കറിയാം. അയ്യാ വൈകുണ്ഠ സ്വാമികൾ എന്തായിരുന്നു കൊണ്ടുവന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഇതെല്ലാം നടന്നിരുന്നത്. സോ നാടാർ കമ്മ്യൂണിറ്റി നടത്തിയ ചാന്നാർ റിവോൾട്ട് ആർക്ക് ഇൻസ്പിറേഷനായി? യെസ്, കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടത്താൻ അയ്യങ്കാളിക്ക് ഇൻസ്പിറേഷൻ നൽകി. റോൾ ഇൻ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്? നമുക്കൊന്ന് നോക്കാം. യെസ്, നമ്പർ 1, നോമിനേറ്റഡ് ടു ദ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ ശ്രീമൂലം പ്രജാസഭ, ബിക്കമിംഗ് ദ ഫസ്റ്റ് ദളിത് റെപ്രസെൻറ്റേറ്റീവ് ഇൻ ട്രാവൻകൂർ. പ്രത്യേകം ശ്രദ്ധിച്ചോളം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ദളിത് റെപ്രസെൻറ്റേറ്റീവ് ആണ് ആര്? യെസ്, അയ്യങ്കാളി. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണസമിതി ആയിട്ടുള്ള ശ്രീമൂലം പ്രജാസഭ അല്ലെങ്കിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ദളിത് റെപ്രസെൻറ്റേറ്റീവ് ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു. used his position to fight against caste discrimination and oppression. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അധികാരം ഉപയോഗിച്ച് പിന്നെ അദ്ദേഹം ചെയ്ത് അധസ്ഥിതർക്ക് വേണ്ടിയിട്ടും ജാതീയപരമായിട്ട് വളരെയധികം പോരാട്ടങ്ങൾ, ക്രൂരതകളൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? യെസ്, തൻ്റെ കഴിവ്, അധികാരമൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടി, ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ ആദ്യത്തെ ദളിത് വ്യക്തിയാണ് ആര്? യെസ്, അയ്യങ്കാളി. അദ്ദേഹം ആ പദവി ദളിതർക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്തു? കാര്യമായി ഉപയോഗിച്ചു. അസോസിയേഷൻ വിത്ത് അതർ റിഫോമേഴ്സ്. മറ്റ് കേരള നവോത്ഥാന നായകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെക്കൗട്ട് ചെയ്യുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. 1912 അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹി മെറ്റ് ശ്രീനാരായണ ഗുരു, ബട്ട് ദേ ഹാഡ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു സോഷ്യൽ റിഫോം.
നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല, എങ്കിലും ഞാൻ പറയുന്നു. 1912 അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കാണുന്നു. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇൻസ്പയർഡ് ആണ് എങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവർ ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് അതിന് ഒരു അവസരം ഉണ്ടായില്ല. കാര്യം പോറൊന്നുമല്ല, രണ്ടുപേരുടെയും സമര രീതി, പ്രതിഷേധ രീതി, കാഴ്ചപ്പാടുകൾ ഡിഫറൻ്റ് ആയിരുന്നു. ഓക്കെ അല്ലേ? രണ്ടുപേരും നവോത്ഥാന നായകർ തന്നെയാണെങ്കിലും ഡിഫറൻ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിൽ നിന്ന് വിഭിന്നമായി അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുവിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം നവോത്ഥാന നായകരിൽ നിന്ന് വിഭിന്നമായി അയ്യങ്കാളി, ഞാൻ പറഞ്ഞു, പ്രശ്നങ്ങളെ കൈക്കരുത്ത് കൂടി കൊണ്ട് നേരിട്ട ആളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു അപ്രോച്ച് അല്ലായിരുന്നു ആർക്ക്, ഒരു മെജോറിറ്റി നവോത്ഥാന നായകർക്കും. സോ അതിൽ തന്നെ ശ്രീനാരായണ ഗുരുവുമായിട്ട് അദ്ദേഹം കണ്ടെങ്കിൽ പോലും അദ്ദേഹവുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല എന്നുള്ളത് വേറൊരു വസ്തുത. സോ 1912 ആരുമായിട്ട് കാണുന്നത്? ശ്രീനാരായണ ഗുരുവുമായിട്ട് അയ്യങ്കാളി കാണുന്നത്. സോ ദേ ഹാഡ് ഡിഫറെന്റ് അപ്രോച്ചസ് ടു സോഷ്യൽ റിഫോം. The Eedava and Pulaya communities sometimes allied, especially during the Vaikim Satyagraha movement. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ പരസ്പര ബഹുമാനം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ അധികം ഈ പറയുന്ന പോലെ അടുത്ത് ഇടപഴകിയിട്ടുണ്ട് രണ്ടുപേരും. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞല്ലോ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് വളരെ റെയറായിരുന്നു. എന്നാൽ വൈക്കം സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹങ്ങളിൽ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ ഉന്നത കുലജാതർക്കെതിരെ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി നടന്ന പല പ്രക്ഷോഭങ്ങളിലും ഈഴവരെയും പുലയരെയും ഒന്നിച്ചു നിർത്താൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ഈ ബന്ധം അതിനെ സഹായിച്ചു എന്നുള്ളത് വേറൊരു വസ്തുത. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും നവോത്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത മൂവ്മെൻറ്റുകളിൽ ഈഴവരും പുലയരും ഒന്നിച്ചു നിൽക്കാൻ ആരൊക്കെ തമ്മിലുള്ള ബന്ധം കാരണമായി? യെസ്, ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ അയ്യങ്കാളിയും തമ്മിലുള്ള ബന്ധം കാരണമായി. അപ്പോൾ ഇവരെ ഏത് വർഷമാണ് കണ്ടുമുട്ടിയത്? 1912. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1912 ആരൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരുവും അതുപോലെ അയ്യങ്കാളിയും. റെക്കഗ്നിഷൻ ആൻഡ് ലേറ്റർ ലൈഫ് എന്തൊക്കെയായിരുന്നു അതിന് ലഭിച്ചിട്ടുള്ള എന്തായിരുന്നു അവാർഡ്സ്, അതുപോലെ തന്നെ ബഹുമതികൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. 1937 മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ വെങ്ങാനൂരെത്തി സന്ദർശിച്ചു. ഓക്കെ അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെമ്പിളൻട്രി പ്രൊക്ലമേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്നപ്പോഴാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ നേരിട്ട് ചെന്ന് കാണുന്നത് വെങ്ങാനൂര്. വർഷം ഏത്? 1937. ഇപ്പം നിങ്ങൾക്കറിയാം 1937 ജനുവരി 12, 13 തീയതികളിലായിട്ടാണ് ഗാന്ധിജി വരുന്നത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വരുന്നത്. ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനങ്ങളുടെയും ഡേറ്റ് എങ്ങനെ ഓർത്തിരിക്കണമെന്നുള്ളത് ഞാൻ റോൾ ഓഫ് പ്രസ് ഇൻ കേരള റിനൈസൻസ് എന്ന ക്ലാസ്സിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ ഡെപ്തിൽ ഗാന്ധിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ ടോപ്പിക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഓരോ വിസിറ്റിലും അദ്ദേഹം ആരെയൊക്കെ കണ്ടു, എവിടെയൊക്കെ ട്രാവൽ ചെയ്തു കേരളത്തിൽ, ഇല്ലേ? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. മാത്രമല്ല ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനത്തിൻ്റെ 100ാം വാർഷികമാണ് ഇക്കൊല്ലം. ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം 1925 അല്ലേ? 2ാം കേരള സന്ദർശനത്തിൻ്റെ 100ാം വാർഷികമാണ് ഇക്കൊല്ലം. സോ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, ആ ഒരു ഏരിയയ്ക്ക് പ്രാധാന്യം ഉണ്ടാവും. സോ നമുക്ക് തിരിച്ചു വരാം. ഗാന്ധിജി അവസാനമായിട്ട് കേരളം സന്ദർശിക്കുന്നത് 5 തവണ സന്ദർശിച്ചു. 5ാമത്തെ തവണ അല്ലെങ്കിൽ അവസാനമായിട്ട് കേരളം സന്ദർശിക്കുന്നത് 1937 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വരുന്നത്. ആ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം വെങ്ങാനൂരെത്തി ആരെയും സന്ദർശിച്ചിരുന്നു? അയ്യങ്കാളിയെ സന്ദർശിച്ചിരുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. മാത്രവുമല്ല അയ്യങ്കാളി നടത്തുന്ന എന്താണ് അധസ്ഥിതർക്ക് വേണ്ടിയിട്ടുള്ള, ദളിതർക്ക് വേണ്ടിയിട്ടുള്ള, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ അദ്ദേഹം നേരിട്ട് അയ്യങ്കാളിക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. അയ്യങ്കാളിയോട് നേരിട്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഇപ്പോൾ വളരെ വർഷങ്ങളായിട്ട് എന്തായിരുന്നു അയ്യങ്കാളിയെ കുറിച്ച് അറിയാമായിരുന്ന ഗാന്ധിജി അദ്ദേഹത്തെ നേരിട്ട് 1937 ചെന്ന് കണ്ടു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ എന്തായിരുന്നു ഒരു ബഹുമതിയായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ? യെസ്, തീർച്ചയായിട്ടും. 1938 സാധുജന പരിപാലന സംഘത്തെ പുലയ മഹാസഭ എന്ന് പൂർണ്ണമായിട്ടും പേര് മാറ്റുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പുലയ മഹാസഭ എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നത് 1913 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുലയ മഹാസഭ സ്ഥാപിക്കുന്നത് 1913 സാധുജന പരിപാലന സംഘം 1907 നിങ്ങൾക്കറിയാം. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സാധുജന പരിപാലന സംഘത്തെ മൊത്തത്തിൽ പേര് എന്താക്കി മാറ്റി? പുലയ മഹാസഭ എന്നാക്കി മാറ്റി. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആ സംഘടന ഇന്നും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിശക്തമായി തന്നെ പുലയരുടെ ഒരു എന്തായിരുന്നു അഭിമാനമായിട്ട് എന്ത് ചെയ്യുന്നു, അത് പ്രവർത്തിക്കുന്നുണ്ട്. പുലയ മഹാസഭ എന്ന പേരിലാണ്. അത് ഏത് വർഷമാണ് കംപ്ലീറ്റ്ലി ആ പേരങ്ങ് മാറിയെന്ന് ചോദിച്ചാൽ 1938
1938-ലായിരുന്നു. 1938-ലാണ് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത്. 1941 ജൂൺ 18 തൻ്റെ 77ാമത്തെ വയസ്സിൽ ആരന്തരിക്കുന്നു? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, അയ്യങ്കാളി അന്തരിക്കുന്നു. ഓക്കെ അല്ലേ? 78 ആയിട്ടില്ല, 77ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം മരിച്ചത്. 1941 ജൂൺ 18 ആരന്തരിക്കുന്നു? അയ്യങ്കാളി അന്തരിക്കുന്നു. ലെഗസി ആൻഡ് ഓണേഴ്സ് നമുക്ക് നോക്കാം. ലെഗസി ആൻഡ് ഓണേഴ്സ്. ഹിസ് ടോംബ് ഇസ് നോൺ ആസ് പാഞ്ചജന്യം. അതിൻ്റെ ശവകുടീരം അറിയപ്പെടുന്ന പേരാണ്, അദ്ദേഹത്തെ അടക്കം ചെയ്ത സ്ഥലം അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാഞ്ചജന്യം. നിങ്ങൾക്ക് പഞ്ചമി ഓർമ്മയുണ്ടോ? യെസ്, ആ പേരുമായിട്ട് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. എങ്കിലും ഞാൻ പറയുന്നു പാഞ്ചജന്യം ഓർത്തിരിക്കുക. In the year 1980, Indira Gandhi unveiled a commemorative statue of Ayyangali at വെള്ളയമ്പലം, ട്രിവാൻഡ്രം. നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് മ്യൂസിയം സൂവിലൊന്നും വരാത്ത ആരും ഇല്ല എന്നെനിക്കറിയാം. തിരുവനന്തപുരത്തുകാർ എസ്പെഷ്യലി വളരെ ചുരുക്കം പേരെ കാണൂ ആ ഏരിയ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, അല്ലേ? അപ്പോൾ അതുവഴി സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം മ്യൂസിയം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുന്നിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റൗണ്ട് അബൌട്ട് അല്ലെങ്കിൽ ഒരു വലിയ ജംഗ്ഷനാണ് വെള്ളയമ്പലം എന്ന് പറയുന്നത്. ആ ജംഗ്ഷൻ ഇരിക്കുന്നത് തന്നെ അയ്യങ്കാളി പ്രതിമ നടുക്ക് സ്ഥാപിച്ചുകൊണ്ടാണ്. ആ അയ്യങ്കാളി പ്രതിമ ആ റൗണ്ടിൽ സ്ഥാപിക്കപ്പെട്ട വർഷം 1980 അതാരാണ് ഇനോഗ്രേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ് ആ സ്റ്റാച്യു അൺവെയിൽ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അന്ന് ഇന്ദിരാഗാന്ധി എന്ത് വിശേഷിപ്പിച്ചു അയ്യങ്കാളിയെ? യെസ്, ഇന്ത്യയുടെ മഹത്തായ പുത്രൻ അല്ലെങ്കിൽ മഹാനായ പുത്രൻ എന്നാരെ വിശേഷിപ്പിച്ചു? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചു. ആരായിരുന്നു ആ സ്കൾപ്ചർ, ആ സ്റ്റാച്യു നിർമ്മിച്ചത്? എസ്ര ഡേവിഡ് എന്ന് പറയുന്ന സ്കൾപ്റ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്ര ഡേവിഡ് എന്ന് പറയുന്ന സ്കൾപ്റ്റർ ആയിരുന്നു അയ്യങ്കാളിയുടെ ആ പ്രതിമ നിർമ്മിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അതുവഴി കടന്നുപോയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പ്രതിമയാണ്. സോ അയ്യങ്കാളി പ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് PSCക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി അതിൻ്റെ ടോംബ് പേരെന്താ അറിയപ്പെടുന്നത്? ടോംബ് പാഞ്ചജന്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഞ്ചജന്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ ടോംബ് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇനോഗ്രേറ്റ് ചെയ്ത് എവിടെ? 1980 യെസ്, വെള്ളയമ്പലം, തിരുവനന്തപുരത്ത്. 1980 വെള്ളയമ്പലം, തിരുവനന്തപുരം, അല്ലേ? യെസ്. സ്കൾപ്റ്റർ ആരായിരുന്നു? എസ്ര ഡേവിഡ്. എന്താണ്? എസ്ര ഡേവിഡ് എന്നായിരുന്നു സ്കൾപ്റ്ററുടെ പേര്. സോ ഇന്ദിരാഗാന്ധി എന്താ റെഫർ ചെയ്ത് അദ്ദേഹത്തെ? ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ. വൺസ് അഗെയിൻ, ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്ന് ഇന്ദിരാഗാന്ധി ആരെയാണ് റെഫർ ചെയ്ത്? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, അയ്യങ്കാളിയാണ് റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. 2002 ഓഗസ്റ്റ് 12 ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടൊരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നുണ്ട്. വർഷം ഏതായിരുന്നു? 2002 കേട്ടോ. 2002 ഓഗസ്റ്റ് 12 അപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കേരള നവോത്ഥാന നായകർ താഴെ തന്നിരിക്കുന്നവരിൽ ആരെന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു ലിസ്റ്റ് തന്നേക്കാം. അതിൽ ഇല്ലാത്ത ആളെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എഴുതേണ്ടി വരിക. സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ആളെ ആയിരിക്കും ചിലപ്പോൾ എഴുതേണ്ടി വരിക, അല്ലെങ്കിൽ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അയ്യങ്കാളി എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? യെസ്, തീർച്ചയായിട്ടും സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ എന്നാണ് സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയത്? 2002 ഓഗസ്റ്റ് 12 ഒരിക്കൽ കൂടി 2002 ഓഗസ്റ്റ് 12. 2010 കേരള സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പദ്ധതി എന്ന് ചോദിച്ചാൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, UEGS, അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം പിടികിട്ടിയല്ലോ. ഒരിക്കൽ കൂടി, കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഉത്തരം അയ്യങ്കാളി. ഏത് വർഷമായിരുന്നു അത്? 2010 അത്. 2010 അത്. നിങ്ങൾ ഓർത്തിരിക്കുക. അയ്യങ്കാളി ജനിച്ചത് 1863. അദ്ദേഹത്തിന്റെ 150ാം ജന്മവാർഷികം 2013 ആഘോഷിക്കാനിരിക്കെ അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ആരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെടുന്നത്? അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ വാർഷികങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അപ്പോൾ അദ്ദേഹം സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ഏതാ? 2002 ഓഗസ്റ്റ് 12 മറന്നു പോകരുത്. ഒരിക്കൽ കൂടി, 2002 ഓഗസ്റ്റ് 12. അദ്ദേഹത്തിൻ്റെ പേരിൽ എപ്പോഴാണ് അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവരുന്നത്? 2010. ഓക്കെ അല്ലേ? യെസ്.
The headquarters of the Scheduled Caste Development Department is named after him. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? അയ്യങ്കാളിയുടെ പേരിലാണ്. അയ്യങ്കാളി ഭവൻ എന്നാണ് അത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു SC/ST ഡെവലപ്മെന്റിന്റെ ഒരു ഹോസ്റ്റലുണ്ട് വെള്ളയമ്പലത്ത്. അവിടെ നിന്നാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള KR നാരായണനൊക്കെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, KR നാരായണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ പ്രസിഡന്റായ ഏക മലയാളിയാണ് ആര്? KR നാരായണൻ. അദ്ദേഹത്തിൻ്റെ പഠനവും അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫും ഒക്കെ ഈ അയ്യങ്കാളി അവരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഹോസ്റ്റലിൽ നിന്നുകൊണ്ടായിരുന്നുള്ളത് മറ്റൊരു വസ്തുത. ഓക്കെ അല്ലേ? അപ്പോൾ SC ഡെവലപ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? മഹാനായ അയ്യങ്കാളിയുടെ പേരിലാണ്. അയ്യങ്കാളി ഭവൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അയ്യങ്കാളി ഭവൻ. അടുത്ത പോയിന്റ്, recognized as the most important leader of modern Kerala by historian P. Sanal Mohan. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള ചരിത്രകാരന്മാരിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ് P. സനൽ മോഹൻ എന്ന് പറയുന്നത്. അദ്ദേഹം അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീഡർ ഓഫ് മോഡേൺ കേരള, ആധുനിക കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി തന്നെ, അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി, recognized as the most important leader of modern Kerala by historian P. Sanal Mohan. P. Sanal Mohan. സോ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ്. സോ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ? യെസ്. ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ച ഈ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. What was അയ്യങ്കാളി's childhood name? PSയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അയ്യങ്കാളിയുടെ ചൈൽഡ്ഹുഡ് നെയിം എന്താണ്? യെസ്. ഓപ്ഷൻ എ അയ്യൻ, ഓപ്ഷൻ ബി കാളി, ഓപ്ഷൻ സി മൂത്തപിള്ളൈ, ഓപ്ഷൻ ഡി ഉർപ്പിള്ളൈ. ഓക്കെ അല്ലേ? ഒന്നുകൂടി, ഓപ്ഷൻ എ അയ്യൻ, ഓപ്ഷൻ ബി കാളി, ഓപ്ഷൻ സി മൂത്തപിള്ളൈ, ഓപ്ഷൻ ഡി ഉർപ്പിള്ളൈ. യെസ്, ഓപ്ഷൻ ബി കാളിയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി കാളി. യെസ്. അടുത്തത്, വിച്ച് ഇവന്റ് ലെഡ് ടു അയ്യങ്കാളി being recognized as a social reformer? Okay അല്ലേ? which event led to അയ്യങ്കാളി being recognized as a social reformer? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംഭവത്തോടു കൂടിയാണ് അയ്യങ്കാളി ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ട് എല്ലാവരും അറിയപ്പെട്ടു തുടങ്ങിയത്? നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നുണ്ടോ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തേ. ഞാൻ അതിനും കൂടെ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തത് അവിടെ പറയാത്തത്. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടി പറയാൻ പറ്റുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ബി വില്ലുവണ്ടി യാത്ര, ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സ്ട്രഗിൾ, ഓപ്ഷൻ ഡി ചാന്നാർ റിവോൾട്ട്. വളരെ ഈസിയാണ് ഇവിടെ. കാര്യം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒറ്റ ഒരു പേരേ ഇതിനകത്തുള്ളൂ അല്ലേ? ഒറ്റ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ പേരേ ഇതിനകത്തുള്ളൂ. ഉത്തരം എന്താ? വില്ലുവണ്ടി യാത്ര. ഞാൻ എടുത്തു പറയുന്നു, വില്ലുവണ്ടി യാത്ര 1893 ഈ വില്ലുവണ്ടി യാത്രയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശരിക്കും ഈ പറയുന്ന ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ്, അത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട തന്നെ 4 സംഭവങ്ങൾ തന്നാൽ പോലും നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇനി കൺഫ്യൂഷനൊന്നും വേണ്ട. 1893 വില്ലുവണ്ടി യാത്രയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും ആദ്യത്തെ ഒരു പ്രസ്ഥാനം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓർത്തിരിക്കുക, ഓപ്ഷൻ ബി വില്ലുവണ്ടി യാത്ര. Which organization was founded by അയ്യങ്കാളി in 1907? 1907 അദ്ദേഹം സ്ഥാപിച്ച സംഘടന ഏതാണ്? യെസ്. ഓപ്ഷൻ എ നായർ സർവീസ് സൊസൈറ്റി, ഓപ്ഷൻ ബി പുലയ മഹാസഭ, ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം, ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷ ദൈവസഭ. വളരെ ഈസിയാണ്. ഒന്നുകൂടി ഓപ്ഷൻസ്, നായർ സർവീസ് സൊസൈറ്റിയാണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി പുലയ മഹാസഭ, ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം, ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഉത്തരം ഓപ്ഷൻ ബി ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം. പ്രത്യേകം ശ്രദ്ധിച്ച് 1907 അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഇവിടെ 2 ഓപ്ഷൻസ് ആരുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്? യെസ്, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പുലയ മഹാസഭ അദ്ദേഹം സ്ഥാപിക്കുന്നത് 1913 സാധുജന പരിപാലന സംഘം 1907 ഈ പുലയ മഹാസഭ എന്ന പേര് പ്രോപ്പറായിട്ട് സാധുജന പരിപാലന സംഘത്തെ മുഴുവനായിട്ട് മാറ്റി പുലയ മഹാസഭ എന്ന പേര് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് 1938 നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. Which newspaper was launched as the mouthpiece of സാധുജന പരിപാലന സംഘം? ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ,
വിച്ച് ന്യൂസ് പേപ്പർ വാസ് ലോഞ്ച്ഡ് ആസ് ദ മൗത്ത് പീസ് ഓഫ് സാധുജന പരിപാലന സംഘം? യെസ്, ഓപ്ഷൻ എ വിവേകോദയം, ഓപ്ഷൻ ബി മിതവാദി, ഓപ്ഷൻ സി സാധുജന പരിപാലിനി, ഓപ്ഷൻ ഡി മലയാള മനോരമ. വളരെ ഈസിയാണ് ഉത്തരം ഓപ്ഷൻ സി സാധുജന പരിപാലിനി. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഹൂ വാസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് സാധുജന പരിപാലിനി? ഒന്നുകൂടി, ഹൂ വാസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് സാധുജന പരിപാലിനി? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ ബി ചെമ്പുന്ത്ര കാളിച്ചോതി കറുപ്പൻ, ഓപ്ഷൻ സി ടി.കെ. മാധവൻ, ഓപ്ഷൻ ഡി കെ. കേളപ്പൻ. ഞാൻ പറഞ്ഞു എടുത്തു പറഞ്ഞൊരു പേരാണല്ലേ അത്. അപ്പോൾ ഒരിക്കൽ കൂടി, ഹൂ വാസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് സാധുജന പരിപാലിനി? ഉത്തരം യെസ്, ഓപ്ഷൻ ബി ചെമ്പുന്ത്ര കാളിച്ചോതി കറുപ്പൻ അഥവാ സി.കെ. കറുപ്പൻ അല്ലേ. ഈ സി.കെ. കറുപ്പൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, അപ്പോൾ കെ.പി. കറുപ്പൻ, സി.കെ. കറുപ്പൻ ഇങ്ങനെ പറഞ്ഞ ഇനിഷ്യൽസിലൊക്കെ ചിലപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാൻ കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ PC. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവരെല്ലാവരും പുലയ മഹാസഭയുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൂടിയാണ് അല്ലേ. ശരി. വിച്ച് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ കല്ലുമാല സമരം? ഓക്കെ അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ഒന്നുകൂടി, വിച്ച് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് കല്ലുമാല സമരം? ക്ലിയർ? യെസ്, കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സോഷ്യൽ റിഫോം മൂവ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. യെസ്, ഓപ്ഷൻ എ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്, ഓപ്ഷൻ ബി ദളിത് വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ്, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹ, ഓപ്ഷൻ ഡി പെസന്റ് റെബല്യൻ. പെസന്റ് റെബല്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കർഷക തൊഴിലാളി സമരങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ സമരങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. സോ ഒന്നുകൂടി, ഓപ്ഷൻ എ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്, ഓപ്ഷൻ ബി ദളിത് വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ്, ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹ, ഓപ്ഷൻ ഡി പെസന്റ് റെബല്യൻ. യെസ്, ഉത്തരം ദളിത് വിമൻസ് റൈറ്റ്സ് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനായിട്ടുള്ള അനുമതിയാണ് ഈ പറയുന്ന പോലെ തന്നെ കല്ലുമാല സമരം കൊണ്ട് നേടിയെടുക്കാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പെരിനാട് ലഹള മറ്റൊരു പേര് അല്ലേ, 1915. യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, അയ്യങ്കാളി വാസ് നോമിനേറ്റഡ് ടു വിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി? അയ്യങ്കാളി നോമിനേറ്റ് ചെയ്യപ്പെട്ടത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് നിയമസഭയിലേക്കാണ്? ഓപ്ഷൻ എ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓപ്ഷൻ ബി ശ്രീമൂലം പോപ്പുലർ അസംബ്ലി, ഓപ്ഷൻ സി മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഓപ്ഷൻ ഡി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടി, ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ശ്രീമൂലം പോപ്പുലർ അസംബ്ലി, ഓപ്ഷൻ സി മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഓപ്ഷൻ ഡി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇത് PSCയുടെ PYQ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ ചിലർക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഉത്തരം മനസ്സിലാക്കേണ്ടത് ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൽ ശ്രീമൂലം കൗൺസിലും ഉണ്ടായിരുന്നു, ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ഉണ്ടായിരുന്നു. രണ്ടും കൂടി ചേർന്ന് വന്ന പേരാണ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ അറിയുക, അപ്പോൾ പോപ്പുലർ കൗൺസിലേക്കല്ല, പോപ്പുലർ അസംബ്ലിയിലേക്കായിരുന്നു ആര് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്? അയ്യങ്കാളി. സോ എടുത്ത് പഠിക്കുക, ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. യെസ്, ഇവിടെ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു പേരാണ് കടന്നിരുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, മൈസൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നോ അങ്ങനെ എന്തെങ്കിലുമാണ് കടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം നമുക്ക് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എഴുതാമായിരുന്നു. കാര്യം കൊച്ചിനുമല്ല, മദ്രാസും അല്ല, മൈസൂരും അല്ല, ഇവിടെ തന്നെ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് ഉത്തരം എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് ചോദിച്ചിരിക്കുകയാണ് ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്ന് തന്നിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ് അല്ലേ. സോ ഉത്തരം ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ ഡിഡ് അയ്യങ്കാളി ലെഡ് ദ പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ കല്ലുമാല സമരം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഓർത്തിരിക്കുക ഒരിക്കൽ കൂടി. ഇൻ വിച്ച് ഇയർ ഡിഡ് അയ്യങ്കാളി ലെഡ് ദ പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ കല്ലുമാല സമരം? കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1915 അല്ലേ. യെസ്, 1893, 1904, 1915, 1938 എല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വർഷങ്ങളാണ്. നിങ്ങൾക്കറിയാം, 93 വില്ലുവണ്ടി യാത്ര, 904 അദ്ദേഹം സ്കൂൾ ആരംഭിക്കുന്നു അല്ലേ, ആർക്ക് വേണ്ടി? അധസ്ഥിതർക്ക് വേണ്ടിയിട്ട്. അതുപോലെ 15 ഈ പറയുന്ന പോലെ തന്നെ കല്ലുമാല സമരമൊക്കെ നടക്കുന്ന ഒരു വർഷമാണ് 1915. അതുപോലെ തന്നെ 1938 സാധുജന പരിപാലന സംഘം പൂർണ്ണമായിട്ടും എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? യെസ്, പുലയ മഹാസഭ. അടുത്ത ചോദ്യം, ഹൂ കോൾഡ് അയ്യങ്കാളി ദ പുലയ രാജ? നല്ല ചോദ്യമാണ്, മറന്നുപോകരുത്, ഓർത്തിരിക്കുക. അദ്ദേഹത്തെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച്, ഞാൻ പുലയ രാജ എന്നൊരു വിശേഷണം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആരാ വിശേഷിപ്പിച്ചതെന്ന് ഞാൻ പക്ഷേ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടെന്ന് നോക്കി ഒന്ന് ട്രൈ ചെയ്തേ. നമുക്ക് ഇങ്ങനെയും കൂടി ചില കാര്യങ്ങൾ പഠിക്കണം. സോ ഹൂ കോൾഡ് അയ്യങ്കാളി ദ പുലയ രാജ? യെസ്, ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ഡോക്ടർ പൽപു, ഓപ്ഷൻ സി ഹിസ് ഫോളോവേഴ്സ്, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ വളരെ നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിക്കാൻ സാധ്യതയുള്ള രീതിയിൽ കൂടിയാണ് ഓപ്ഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. യെസ്, എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശ്രീനാരായണ ഗുരുവോ ഡോക്ടർ പൽപ്പുവോ ഒക്കെ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധ്യതയുണ്ടോ?
സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല. പക്ഷേ എങ്കിലും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, സാധാരണഗതിയിൽ അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധ്യത ഇല്ല, അല്ലേ? യെസ്. പിന്നെ ഹിസ് ഫോളോവേഴ്സ് മഹാത്മാഗാന്ധി, രണ്ട് രീതിയിലാണ് ആ പേര് കിടക്കുന്നത്, അല്ലേ? യെസ്. അപ്പോൾ പിന്നെ ആരായിരിക്കും? യെസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹിസ് ഫോളോവേഴ്സ് ആണ്. അപ്പോൾ എടുത്ത് പഠിക്കേണ്ട കാര്യമാണ്, ഒരു വ്യക്തിയല്ല അത് വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ പറയാത്തത്. ഓക്കെ അല്ലേ? പുലയ രാജ എന്ന് ആരെ വിളിച്ചത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. മഹാത്മാഗാന്ധിയെ വിശേഷിപ്പിച്ചത് വേറെ ആരുമല്ല, ആരാണ്? അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് തന്നെയാണ്. ഓക്കെ അല്ലേ? അതിൻ്റെ ഫോളോവേഴ്സാണ് അദ്ദേഹത്തെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ മറ്റൊരു വിശേഷത്തിൻ്റെ കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ പറയാം. ഈ ആളിക്കത്തിയ തീപ്പൊരി എന്ന് അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ തീപ്പൊരി പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ അല്ലേ? അതിൻ്റെ എന്തിനടിസ്ഥാനപ്പെടുത്തിയ? തീപ്പൊരി പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹത്തെ ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, വിശേഷിപ്പിച്ചത് ഒരാളാണെങ്കിൽ പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാമായിരുന്നു. എങ്കിലും ഓർത്തിരിക്കുക, പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് തന്നെയാണ് കേട്ടോ. ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രൈസ്ഡ് അയ്യങ്കാളി ആസ് ദ ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ? പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഉത്തരം ഇന്ദിരാഗാന്ധി. യെസ്, ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ മെയിൻ ഡിമാൻഡ് ഓഫ് അയ്യങ്കാളീസ് വില്ലുവണ്ടി യാത്ര? ഓക്കെ അല്ലേ? വാട്ട് വാസ് ദ മെയിൻ ഡിമാൻഡ് ഓഫ് അയ്യങ്കാളീസ് വില്ലുവണ്ടി യാത്ര? പ്രത്യേകം ശ്രദ്ധിച്ച് ഒരിക്കൽ കൂടി, വില്ലുവണ്ടി യാത്ര, അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു വീണ്ടും പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്രക്കിടയിൽ നടത്തിയത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലേ? ഓപ്ഷൻ എ, റൈറ്റ് ടു എൻ്റർ ടെമ്പിൾസ്. ഓപ്ഷൻ ബി, റൈറ്റ് ടു യൂസ് പബ്ലിക് റോഡ്സ്. റൈറ്റ് ടു വെയർ അപ്പർ ഗാർമെൻറ്റ്സ്. റൈറ്റ് ടു ഓൺ ലാൻഡ്. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെയും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം അവിടെ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. ചോദ്യകർത്താവ് വളരെ രസകരമായിട്ട് തന്നെ ആ ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നു, അല്ലേ? യെസ്, അദ്ദേഹം ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വില്ലുവണ്ടി യാത്രയ്ക്കിടയിൽ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, വില്ലുവണ്ടി യാത്ര ആക്ച്വലി എന്തിനായിരുന്നു? വില്ലുവണ്ടി യാത്ര എന്തിനായിരുന്നു? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ് ടു യൂസ് പബ്ലിക് റോഡ്സ്. ശ്രദ്ധിച്ചേ, ഇവിടെ ആ ചോദ്യകർത്താവിൻ്റെ ആ ഒരു ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താ രീതി എങ്ങനെ നിങ്ങളെ തെറ്റിക്കാം. കാര്യം എന്താ? വില്ലുവണ്ടി യാത്രയെ ഞാൻ എടുത്തു പറഞ്ഞത് രണ്ട് രീതിയിലാണ് അദ്ദേഹം പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒന്ന്, ഉന്നത കുല ജാതർക്ക് മാത്രം അണിയാൻ സാധിക്കുന്ന വസ്ത്രം എന്ത് ചെയ്തു? ധരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന റോഡുകളിലൂടെ സഞ്ചരിച്ചു. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ആ ഹെഡിങ്ങിന് കീഴിലുമാണ് പഠിപ്പിച്ചത്. ഓർമ്മയുണ്ടോ? ഫൈറ്റ് ഫോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അത് പഠിപ്പിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്തു എന്ന് മാത്രം, അപ്പർ കാസ്റ്റുകാർക്ക് ഉപയോഗിക്കാൻ മാത്രം കഴിയുന്ന വസ്ത്രം കൂടി ധരിച്ചു എന്നേ ഉള്ളൂ. ആ വില്ലുവണ്ടി യാത്ര പ്രധാനമായിട്ടും പബ്ലിക് റോഡുകൾ ഉപയോഗിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. 1893 ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് 1900 അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് കിട്ടി? ടെമ്പിളുകളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക് നയിക്കുന്ന റോഡുകൾ ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്തു? ദളിതർക്ക് തുറന്ന് കൊടുത്തു, അല്ലേ? യെസ്. വിച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് നെയിംഡ് ആഫ്റ്റർ അയ്യങ്കാളി? വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, താഴെ തന്നിരിക്കുന്നതിൽ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏത്? ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, അയ്യങ്കാളി ഗവൺമെൻറ് കോളേജ് എന്നൊരു സ്ഥാപനം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. അടുത്തത്, അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. ഓപ്ഷൻ സി, ശ്രീനാരായണ കോളേജ് ഉണ്ടോ എന്ന് ചെക്കൗട്ട് ചെയ്യണം. ശ്രീനാരായണ കോളേജ് അയ്യങ്കാളിയുടെ പേരിലേക്ക് മാറ്റിയോ ഇല്ലേ എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യണം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പേര് അയ്യങ്കാളിയുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യണം. ഇത് വേറൊന്നും കൊണ്ടല്ല, പ്രധാനമായിട്ടും ഇതിലെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ അയ്യങ്കാളി ആദരിക്കപ്പെട്ടിട്ട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ അങ്ങനെ ചോദ്യം എന്ത് ചെയ്യപ്പെട്ടത്, അന്ന് സെറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ അല്ലേ? ഉത്തരം വളരെ ഈസിയാണ്. ഓപ്ഷൻ ബി, അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് കേട്ടോ. പ്രത്യേകം ഓർത്തിരിക്കുക, അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് അയ്യങ്കാളി ഇസ് കറക്റ്റ്? അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ഹി ലെഡ് ദ വൈക്കം സത്യാഗ്രഹ. ഓപ്ഷൻ ബി, ഹി ഫൗണ്ടഡ് ദ SNDP യോഗം. ഓപ്ഷൻ സി, ഹി ഫോട്ട് ഫോർ ദളിത് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഇൻ കേരള. ഓപ്ഷൻ ഡി, ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് ചട്ടമ്പി സ്വാമികൾ. എത്ര ഈസിയാണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആണ്? യെസ്, വെരി ഗുഡ്. ഉത്തരം, ഹി ഫോട്ട് ഫോർ ദളിത് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഇൻ
കേരള. ഓക്കെ അല്ലേ? അപ്പം ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ ടോപ്പിക് കൊണ്ട് നമ്മൾ അത്രയും ഡെപ്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ടോപ്പിക്കിൽ പഠിപ്പിച്ചതേ അയ്യങ്കാളിയെക്കുറിച്ച് ചോദിക്കുന്നു ഞാൻ 100% എന്ത് ചെയ്യുന്നില്ല, ഉറപ്പൊന്നും തരുന്നില്ല. കാര്യം ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത ഞാനല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി അയ്യങ്കാളിയുടെ രീതികൾ, പ്രവർത്തന രീതികൾ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കുക. കൂടുതൽ എക്സ്ട്രാ വായിക്കാൻ സമയമുള്ളതുപോലെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ അല്ലേ? എങ്കിലും പിന്നീട് നിങ്ങൾ അയ്യങ്കാളിയെ സംബന്ധിച്ച് വായിക്കുന്ന ഏതൊരു കാര്യവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ ബേസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ശരി. Which was the first school where a Dalit student was enrolled due to Ayyangali's efforts? പ്രത്യേകം ഓർത്തിരിക്കുക, അയ്യങ്കാളിയുടെ എഫേർട്സ് മൂലം. യെസ്, ആദ്യമായിട്ട് ഒരു ദളിത് കുട്ടിയെ സ്കൂളിൽ അഡ്മിഷൻ നൽകിയത് ഏത് സ്കൂളിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഊരൂട്ടമ്പലം സ്കൂൾ, ഓപ്ഷൻ ബി ട്രാവൻകൂർ മഹാരാജ സ്കൂൾ, ഓപ്ഷൻ സി സാൻസ്ക്രിറ്റ് കോളേജ്, ഓപ്ഷൻ ഡി വിക്ടോറിയ കോളേജ്. പല രീതിയിൽ ആ ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. ഓപ്ഷൻ എ ഊരൂട്ടമ്പലം സ്കൂളാണ്, എല്ലാവർക്കും അറിയാം. പ്രത്യേകം ഓർത്തിരിക്കുക, പഞ്ചമി എന്ന പെൺകുട്ടിയാണ് അന്ന് അവിടെ അഡ്മിഷന് വേണ്ടി കൊണ്ടുപോയത്. അഡ്മിഷൻ നൽകിയതിൻ്റെ ഭാഗമായിട്ട് അപ്പർ കാസ്റ്റുകാർ എന്ത് ചെയ്തു, സ്കൂൾ കത്തിച്ചു. തിരിച്ച് അയ്യങ്കാളി എന്ത് ചെയ്തു, സ്കൂൾ മാനേജ്മെൻറ്റ്, ഉന്നത കുലജാതയുടെ മാനേജ്മെൻറ്റ് റൂം എന്ത് ചെയ്തു, കത്തിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറി. പൂജാരി അയ്യൻ്റെ മകളാണ് ആര്, യെസ്, പഞ്ചമി എന്ന് പറയുന്നത് കേട്ടോ. ശരി, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇനി ഈ പൂജാരി അയ്യൻ്റെ മകളായ പഞ്ചമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രയും ചെയ്തെങ്കിൽ സ്വന്തം മകൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ അദ്ദേഹം എത്രമാത്രം മുന്നിട്ട് നിന്നിട്ടുണ്ടാവും എന്നതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അയ്യങ്കാളിയുടെ മകളുടെ പേര് കല്യാണി എന്നാണ്. പ്രധാനമായിട്ടും കേരളത്തിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയ ആദ്യത്തെ ദളിത് എന്തായിരുന്നു വനിതകളിൽ ഒരാളാണ് ആര്, കല്യാണി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, ആദ്യത്തെ ദളിത് വനിതകളിൽ ഒരാൾ കേട്ടോ. ശരി. അടുത്ത ചോദ്യം, ഹൂ ഇൻസ്പയർഡ് അയ്യങ്കാളീസ് സോഷ്യൽ മൂവ്മെന്റ്സ്? ആരൊക്കെയാണ് ഈ പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ തന്നെ അയ്യങ്കാളിയെ ഇൻസ്പയർ ചെയ്ത വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പ്രത്യേകം ശ്രദ്ധിച്ച് ഇതിനകത്ത് 2 പേരുകളുടെ ഒരു കോമ്പിനേഷൻ കിടക്കുന്നു. ഓക്കെ, 2 പേരുകളുടെ. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ സെൻസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താവുന്നതേ ഉള്ളൂ, ഈസി ആയിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരുടെയോ സ്പീച്ച് അയ്യങ്കാളിയെ വളരെ ഇൻസ്പയർ ചെയ്തിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം തന്നെ പ്രത്യേകം ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അയ്യാവ് സ്വാമികളുടെ സ്പീച്ചാണ് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്ത് നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം തന്നെ ചട്ടമ്പി സ്വാമികളും ആരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അയ്യങ്കാളിയെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അയ്യങ്കാളിക്ക് പ്രചോദനം നൽകിയ ആൾക്കാരിൽ ചട്ടമ്പി സ്വാമികളുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്, അയ്യാവ് സ്വാമികളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് അയ്യാവ് സ്വാമികളാണ്, മറ്റൊരാൾ ചട്ടമ്പി സ്വാമികളാണ്. ഉത്തരം ഓപ്ഷൻ എ. കണ്ടെത്താൻ പറ്റുമായിരുന്നു അല്ലേ? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു അല്ലേ? ശരി. അടുത്തത്, അയ്യങ്കാളി വാസ് നോൺ ആസ് ആളിക്കത്തിയ തീപ്പൊരി ബിക്കോസ്. ഓക്കെ, വെരി ഗുഡ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്. അയ്യങ്കാളി വാസ് നോൺ ആസ് ആളിക്കത്തിയ തീപ്പൊരി ബിക്കോസ്. ഓക്കെ അല്ലേ? അയ്യങ്കാളി വാസ് നോൺ ആസ് ആളിക്കത്തിയ തീപ്പൊരി ബിക്കോസ്. ഓപ്ഷൻ എ, ഹി ലെഡ് എ വയലന്റ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. കണ്ടോ, നല്ല രസകരമായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ അത്രയും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചതുകൊണ്ട്. ഹി വാസ് നോൺ ഫോർ ഹിസ് ഫിയറി സ്പീച്ചസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഒപ്രഷൻ. ജാതി വിവേചനത്തിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള അത്രയും ശക്തമായ പ്രസംഗത്തെ ബേസ് ചെയ്ത്, അതായത് തീപ്പൊരി പ്രസംഗത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിശേഷണമാണത്. ഓപ്ഷൻ സി, he set fire to a landlord's house in protest. അടുത്തത്, പ്രൊട്ടസ്റ്റിനിടയ്ക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിനിടയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഭൂവുടമയുടെ വീട് കത്തിച്ചതുകൊണ്ട്. ഓപ്ഷൻ ഡി, he worked as a firewood supplier in his youth. ക്ലിയർ ആണ്. അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ യുവാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ കത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിറകുകൾ വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്ത് രസകരമായ ഓപ്ഷൻസ് അല്ലേ? യെസ്, ആളിക്കത്തിയ തീപ്പൊരി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? യെസ്, ഓപ്ഷൻ ബി, ഹി വാസ് നോൺ ഫോർ ഹിസ് ഫിയറി സ്പീച്ചസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഒപ്രഷൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ച് അയാളെ തൃപ്തിപ്പെടുത്താൻ മാത്രം പാകത്തിലുള്ളതാണ് ആദ്യത്തെ 3 ഓപ്ഷൻസ്. ഞാൻ എടുത്തു പറയാം, 3 ഓപ്ഷൻസ്. അതിൽ തന്നെ ഈ 3 ഓപ്ഷനുകളിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ മാത്രം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അല്ലേ? അതായത് ശരി ഉത്തരം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക, കൃത്യമായ കാരണങ്ങൾ സഹിതം നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? ഗുഡ്. അടുത്ത ചോദ്യം, ദ വില്ലുവണ്ടി യാത്ര ഓഫ് 1893 വാസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്. ഓപ്ഷൻ എ. ഒന്നുകൂടി, വില്ലുവണ്ടി യാത്രയുടെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, പ്രാധാന്യം. ഓപ്ഷൻ എ, ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് പെസന്റ് പ്രൊട്ടസ്റ്റ് ഇൻ ട്രാവൻകൂർ. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഇറ്റ് സിംബിളൈസ്ഡ് ദ ഫൈറ്റ് ഫോർ ദളിത് ആക്സസ് ടു പബ്ലിക് റോഡ്സ്. ഓപ്ഷൻ സി, ഇറ്റ് മാർക്ഡ് ദ ബിഗിനിങ് ഓഫ് ടെംപ്ലൻട്രി പ്രൊട്ടസ്റ്റ്.
ഓപ്ഷൻ ഡി ഇറ്റ് വാസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഹൈ ലാൻഡ് ടാക്സസ്. ക്ലിയർ ആണ്. അപ്പോൾ ഒന്നുകൂടി ഓപ്ഷൻ എ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ എന്തായിരുന്നു, കർഷക സമരമായിരുന്നു അത്. ഓപ്ഷൻ ബി ദളിതർക്ക് പബ്ലിക് റോഡുകൾ, പൊതു സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടി പൊതു ഇടങ്ങൾ, പൊതു റോഡുകൾ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓപ്ഷൻ സി ടെമ്പിൾ എൻട്രി പ്രൊട്ടസ്റ്റ്, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓപ്ഷൻ ഡി ഉയർന്ന ഭൂനികുതിക്കെതിരെയായിരുന്നു. ഉത്തരം ഓപ്ഷൻ യെസ് ബി, ഇറ്റ് സിംബിളൈസ് ദ ഫൈറ്റ് ഫോർ ദളിത് ആക്സസ് ടു പബ്ലിക് റോഡ്സ്. ക്ലിയർ? യെസ്. The Perinad strike അല്ലെങ്കിൽ കല്ലുമാല സമരം വാസ് എയിംഡ് അറ്റ്, ദ പെരിനാട് സ്ട്രൈക്ക് ഓർ കല്ലുമാല സമരം വാസ് എയിംഡ് അറ്റ്, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ സെക്യൂറിംഗ് ഈക്വൽ വേജസ് ഫോർ ദളിറ്റ്സ്. ഓപ്ഷൻ ബി പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ഇൻ ടെമ്പിൾസ്. ഓപ്ഷൻ സി അബോളിഷിംഗ് ദ പ്രാക്ടീസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ. ഓപ്ഷൻ ഡി അലവിംഗ് ദളിത് വിമൻ ടു വെയർ അപ്പർ ഗാർമെന്റ്സ്. ക്ലിയർ? യെസ്. അപ്പോൾ ഒന്നുകൂടി ഓപ്ഷൻ എ സെക്യൂറിംഗ് ഈക്വൽ വേജസ് ഫോർ ദളിറ്റ്സ്. ഓപ്ഷൻ ബി പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി ഇൻ ടെമ്പിൾസ്. ഓപ്ഷൻ സി അബോളിഷിംഗ് ദ പ്രാക്ടീസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ. ഓപ്ഷൻ ഡി അലവിംഗ് ദളിത് വിമൻ ടു വെയർ അപ്പർ ഗാർമെന്റ്സ്. യെസ്. എന്തായിരുന്നു? യെസ്, ഓപ്ഷൻ ഡി അല്ലേ? യെസ്, തീർച്ചയായിട്ടും ശരി ഉത്തരം അതാണ്. അടുത്തത്, ദ സാധുജന പരിപാലന സംഘം വാസ് ഫോംഡ് ഇൻ 1972. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? യെസ്, വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ? യെസ്. ഓപ്ഷൻ എ ഡിമാൻഡ് വോട്ടിംഗ് റൈറ്റ്സ് ഫോർ ദളിറ്റ്സ്. Option B organize Dalits for education and social rights. Option C promote religious conversions to Christianity. Option D protest against British colonial rule. പ്രത്യേകം ശ്രദ്ധിച്ച്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ദളിതരുടെ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടി, വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ദളിതരുടെ വിദ്യാഭ്യാസ അവകാശം, സാമൂഹിക അവകാശം എന്നിവയ്ക്ക് വേണ്ടി. ഓപ്ഷൻ സി ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കൺവേർഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ. ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾസിനെതിരെ, ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റുകൾക്ക് വേണ്ടി. ഉത്തരം വളരെ ലളിതം. ഓപ്ഷൻ ബി ഓർഗനൈസ് ദളിറ്റ്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. ഓർഗനൈസ്, യെസ്, ആരെ? ദളിറ്റ്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. ഞാൻ പിന്നീട് ശ്രദ്ധിച്ച് നോക്കി, ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഹെഡിങ്ങുകൾ കൂടി തന്നു പോകാൻ ശ്രമിക്കുകയാണ്. ഓരോന്നും പഠിക്കേണ്ടത് എന്ത് ഹെഡിങ്ങിന് കീഴിലായിരിക്കണം എന്നുള്ളത് അങ്ങനെ കൃത്യമായിട്ട് കൂടി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഹെഡിങ്ങിന് കീഴിലുള്ള പഠനവും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. ഇപ്പോൾ ഫ്രീഡം ഓഫ് എന്തായിരുന്നു, സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിന് കീഴിൽ ഞാൻ പഠിപ്പിച്ചത് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റൈറ്റ്സിന് കീഴിൽ എന്തൊക്കെയാണ്, പൊളിറ്റിക്കൽ റൈറ്റ്സിന് കീഴിൽ എന്തൊക്കെയാണ്, ഇങ്ങനെയും കൂടി ഞാൻ ക്ലബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ദ ജേർണൽ സാധുജന പരിപാലനി വാസ് ലോഞ്ച്ഡ് ഇൻ 1932. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധുജന പരിപാലനി ലോഞ്ച് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ദളിത് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ റിഫോംസ്. ഓപ്ഷൻ ബി ആക്ട് ആസ് എ റിലീജിയസ് മൗത്ത് പീസ് ഫോർ ഹിന്ദു റിഫോം മൂവ്മെന്റ്സ്. ഓപ്ഷൻ സി സപ്പോർട്ട് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ഓപ്ഷൻ ഡി ഒപ്പോസ് ബ്രിട്ടീഷ് പോളിസീസ് ഇൻ ട്രാവൻകൂർ. ഏതായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ സാധുജന പരിപാലനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി. അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം, അവരുടെ പ്രവർത്തന രീതി, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് സാധുജന പരിപാലനയിലേക്ക് എത്താൻ ശ്രമിച്ചേ. ഉത്തരം ഓപ്ഷൻ എ സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ദളിത് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ റിഫോംസ്. ക്ലിയർലി? യെസ്. അടുത്തത്, ദ ബേണിംഗ് ഡൗൺ ഓഫ് എ സ്കൂൾ ഇൻ ഊരൂട്ടമ്പലം ഹാപ്പൻഡ് ബിക്കോസ്. പ്രത്യേകം ഓർത്ത് നോക്കിയേ, ഊരൂട്ടമ്പലം സ്കൂൾ കത്തിച്ച നടപടി എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളി ട്രൈഡ് ടു എൻറോൾ എ ദളിത് ഗേൾ ഇൻ എ ഗവൺമെന്റ് സ്കൂൾ. ഓപ്ഷൻ ബി ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ട്രൈഡ് ടു ക്ലോസ് ദ സ്കൂൾ. ഓപ്ഷൻ സി ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് വയലൻസ് ഡ്യൂറിംഗ് എ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്. ഓപ്ഷൻ ഡി ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ആൻ അഗ്രേറിയൻ ഡിസ്പ്യൂട്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു ഓപ്ഷൻ സെറ്റിംഗ്സ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അയ്യങ്കാളി ട്രൈ ടു എൻറോൾ എ ദളിത് ഗേൾ ഇൻ എ ഗവൺമെന്റ് സ്കൂൾ. കുട്ടിയുടെ പേര് നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, പഞ്ചമി അല്ലേ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ക്ലിയർ? യെസ്. ദ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി SMP ടു വിച്ച് അയ്യങ്കാളി വാസ് നോമിനേറ്റഡ് വാസ്. എന്തായിരുന്നു ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അയ്യങ്കാളിയുമായി ബന്ധപ്പെടുത്തിയാണ് ആ ചോദ്യം വന്നത് മാത്രം. ഓക്കെ അല്ലേ? ശരി. ഓപ്ഷൻ എ ലെജിസ്ലേറ്റീവ് ബോഡി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. The first representative assembly in Travancore, a Dalit only political organization, and advisory council to the British government. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഞാനിതിൻ്റെ രണ്ട് രീതിയിൽ രണ്ട് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു.
ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ള പേരിലും ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്നുള്ള പേരിലും എങ്ങനെ അത് വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്ന് വരെ ഞാൻ പറഞ്ഞു. സോ ഉത്തരം എന്ത് തന്നെ? ഓപ്ഷൻ ബി, ദ ഫസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് അസംബ്ലി ഇൻ ട്രാവൻകൂർ. ക്ലിയർ അല്ലേ? ദ ഫസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് അസംബ്ലി ഇൻ ട്രാവൻകൂർ എന്നുള്ള സെൻസിലാണത് നിലകൊള്ളുന്നത് കേട്ടോ. ശരി. അയ്യങ്കാളി's meeting with ശ്രീനാരായണ ഗുരു in 1912 was significant because എന്തായിരുന്നു 1912 ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള സന്ദർശനത്തിന്റെ പ്രാധാന്യം? ആരുടെ? അയ്യങ്കാളിയുടെ അല്ലേ? യെസ്. ഓപ്ഷൻ എ, ഇറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ജോയിന്റ് ഈഴവ പുലയ മൂവ്മെന്റ്. നമ്പർ 2, they disagreed on caste reforms. Option C, they worked together on temple entry movements. Option D, it resulted in അയ്യങ്കാളി join SNDP യോഗം. ഇതിൽ ചിലത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുക. എങ്കിലും ഞാൻ പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ട് ചിന്തിക്കുക. ആ ഒരു മീറ്റിംഗ് കൊണ്ടുണ്ടായത് ഞാൻ പറഞ്ഞു, അവർ അധികം ഒന്നിച്ചെന്ത് ചെയ്തില്ല, പ്രവർത്തിച്ചില്ല. പക്ഷേ രണ്ട് കമ്മ്യൂണിറ്റികളെ പലപ്പോഴും ഒന്നിച്ച് നിർത്തുന്നതിൽ അവർ വിജയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? ആ സെൻസിലൊന്ന് ആലോചിച്ച് നോക്കുക നന്നായിട്ട്. ഞാനതാ പറഞ്ഞത്, എല്ലാ ഉത്തരങ്ങളിലേക്കും വരുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. യെസ്, ഇറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ജോയിന്റ് ഈഴവ പുലയ മൂവ്മെന്റ്. ക്ലിയർ ആണ്? തീർച്ചയായിട്ടും ഉറപ്പ്. പലപ്പോഴും പിൽക്കാലത്ത് ഈഴവരും പുലയരും ഒന്നിച്ചു നിന്ന് പോരാടുന്നതിൽ ഇവരുടെ ഈ മീറ്റിംഗ് 1912 മീറ്റിംഗ് കാരണമായി. അടുത്ത ചോദ്യം, അയ്യങ്കാളി's ഡിമാൻഡ് ഫോർ ദളിത് എഡ്യൂക്കേഷൻ ലെഡ് ടു. അയ്യങ്കാളി's ഡിമാൻഡ് ഫോർ ദളിത് എഡ്യൂക്കേഷൻ ലെഡ് ടു. അയ്യങ്കാളി ദളിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിരന്തരം നടത്തിയ പോരാട്ടങ്ങൾ, ആവശ്യകതയൊക്കെ എന്തിലേക്ക് അത് എത്തിച്ചു എന്നുള്ളതാണ്. നമ്പർ 1, ഓപ്ഷൻ എ, government schools being opened for Dalits. Option A. Option B, increased resistance from upper castes. Option C, the first organized strike by agricultural laborers. Option D, all of the above. എന്ത് തോന്നുന്നു? ഗവൺമെൻറ് സ്കൂളുകൾ ദളിതർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ഉന്നത കുലജാതരുടെ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ പ്രതിഷേധങ്ങൾ കൂടി. അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവകാശത്തിന് വേണ്ടിയിട്ടും മികച്ച സാമൂഹിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ പോരാടി. ഇതെല്ലാം നടന്നോ ഇല്ലയോ? എല്ലാം നടന്നു. ഓൾ ഓഫ് ദ എബവ് ആണ് ശരിയായ ഉത്തരം. വെരി ഗുഡ്. ഓൾ ഓഫ് ദ എബവ്. യെസ്, ഗുഡ്. അടുത്തത്, ദ 1930 ട്രാൻസ്ഫോർമേഷൻ ഓഫ് സാധുജന പരിപാലന സംഘം ഇൻറ്റു പുലയ മഹാസഭ ഇൻഡിക്കേറ്റഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊന്ന് ആലോചിച്ചപ്പടി കിട്ടാവുന്നതേ ഉള്ളൂ. ദ 1930 ട്രാൻസ്ഫോർമേഷൻ ഓഫ് സാധുജന പരിപാലന സംഘം ഇൻറ്റു പുലയ മഹാസഭ ഇൻഡിക്കേറ്റഡ്. എന്താണത് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? ഓപ്ഷൻ എ, അയ്യങ്കാളി's പൊളിറ്റിക്കൽ ആംബിഷൻ. ഓപ്ഷൻ എ, എ ബ്രോഡർ മൂവ്മെന്റ് ഫോർ ദളിത് എംപവർമെന്റ്. ഓപ്ഷൻ സി, എ സ്പ്ലിറ്റ് വിത്തിൻ ദ ദളിത് കമ്മ്യൂണിറ്റി. ഓപ്ഷൻ ഡി, ദ ഡിക്ലൈൻ ഓഫ് ദളിത് മൂവ്മെന്റ്സ് ഇൻ കേരള. ഞാൻ എപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പോയിന്റാണ്, എന്താണ്? നെഗറ്റീവായിട്ടുള്ളവ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ടുള്ളവ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് എന്താ? ഇപ്പം നിങ്ങൾ ആലോചിക്കുക, സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത് ദളിതരുടെ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എന്താണ് പിന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണോ? അല്ല. ദളിത് കമ്മ്യൂണിറ്റിക്കകത്ത് സ്പ്ലിറ്റ് ഉണ്ടായതാണോ? ഞാൻ പറഞ്ഞ സാധുജന പരിപാലന സംഘം മൊത്തത്തിൽ പുലയ മഹാസഭ എന്നറിയപ്പെടാൻ തുടങ്ങിയതാണ്. അപ്പോൾ സ്പ്ലിറ്റ് അല്ല. അപ്പോൾ സ്പ്ലിറ്റും അല്ല, ഡിക്ലൈനും അല്ല. പിന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളിയുടെ പൊളിറ്റിക്കൽ ആംബിഷനും ഓപ്ഷൻ ബി, ബ്രോഡർ മൂവ്മെന്റ് ഫോർ ദളിത് എംപവർമെന്റ്. ആ ഓപ്ഷൻ എക്കകത്ത് ഒരു അല്പം നെഗറ്റീവ് ഉണ്ട്. പൊളിറ്റിക്കൽ ആംബിഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അധികാരമോഹിയായിരുന്നു എന്നുള്ള സെൻസിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ അതിന് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ടാണോ പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത്? ആയിരിക്കുമോ? അല്ല. അപ്പോൾ പിന്നെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, എ ബ്രോഡർ മൂവ്മെന്റ് ഫോർ ദളിത് എംപവർമെന്റ്. അല്ലാതെ വേറെ എന്താ? നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത് ഈ രീതിയിലാണ്. ഓക്കെ അല്ലേ? നമ്മൾ പറയും ഈ ഓപ്ഷൻ ഡിലീഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ രണ്ട് രീതി ചെയ്യാറുണ്ട്, ഓപ്ഷൻ ഡിലീഷൻ, അതുപോലെ തന്നെ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പരമാവധി കണ്ടെത്താൻ ശ്രമിക്കുക. ചോദ്യവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്. യെസ്. അടുത്ത ചോദ്യം, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 2010 ബൈ. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് 2010 ആരാണ് ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ എ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി, ദ ഗവൺമെന്റ് ഓഫ് കേരള. ഓപ്ഷൻ സി, എ ദളിത് ഓർഗനൈസേഷൻ. ഓപ്ഷൻ ഡി, ദ യുണൈറ്റഡ് നേഷൻസ്. നല്ല ഓപ്ഷൻസ് ആയിരുന്നു അല്ലേ? ഉത്തരം ഓപ്ഷൻ ബി, ദ ഗവൺമെന്റ് ഓഫ് കേരള. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, അയ്യങ്കാളിയുടെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ ഒരു പ്രോജക്റ്റ് വന്നത്, അതിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടത് അല്ലേ? അടുത്തത്, അയ്യങ്കാളി's പ്രൊട്ടസ്റ്റ് ഫോർ ദളിത് റൈറ്റ്സ് ഓഫൺ ലെഡ് ടു. യെസ്, അയ്യങ്കാളി നടത്തിയിട്ടുള്ള
ദളിതരുടേതായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ പലപ്പോഴും എന്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ആ ചോദ്യം വരുന്നത്. ഓപ്ഷൻ എ വയലന്റ് റിറ്റലിയേഷൻ ഫ്രം അപ്പർ കാസ്റ്റസ്. യെസ്. ഓപ്ഷൻ ബി ഡയറക്റ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സപ്പോർട്ട് ഫ്രം ദ ട്രാവൻകൂർ കിങ്. ഓപ്ഷൻ സി ബ്രിട്ടീഷ് ഇന്റർവെൻഷൻ ഇൻ ട്രാവൻകൂർസ് കാസ്റ്റ് ഇഷ്യൂസ്. ഓപ്ഷൻ ഡി ദ കംപ്ലീറ്റ് അബോളിഷൻ ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഹിസ് ലൈഫ് ടൈം. എന്തായിരിക്കും ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ വയലന്റ് റിറ്റാലിയേഷൻ ഫ്രം അപ്പർ കാസ്റ്റസ്. ക്ലിയർ ആണ്. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നിങ്ങൾ ഓർത്ത് നോക്കി, അതല്ലേ അവിടെ നടന്നത്. പലപ്പോഴും ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാട്ടം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കൂടി വന്നപ്പോഴാണ് അദ്ദേഹം കൈക്കരുത്ത് കൊണ്ടുകൂടി അത് നേരിട്ടത്, അല്ലേ? യെസ്. ഇൻ 1980 ഇന്ദിരാഗാന്ധി അൺവെയിൽഡ് എ സ്റ്റാച്യു ഓഫ് അയ്യങ്കാളി അറ്റ്, അല്ലേ? അല്ലെങ്കിൽ ഇൻ. യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി വെള്ളയമ്പലം ട്രിവാൻഡ്രം, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കോട്ടയം. വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ചു. ഓപ്ഷൻ ബി വെള്ളയമ്പലം ട്രിവാൻഡ്രം. യെസ്. അടുത്തത് ദ സ്കൾപ്റ്റർ ഹു മെയ്ഡ് അയ്യങ്കാളി സ്റ്റാച്യു വാസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ആരായിരുന്നു അയ്യങ്കാളിയുടെ പ്രതിമ നിർമ്മിച്ചത്? ഓപ്ഷൻ എ കാനായി കുഞ്ഞിരാമൻ, ഓപ്ഷൻ ബി എസ്ര ഡേവിഡ്, ഓപ്ഷൻ സി ദേവദത്തൻ, ഓപ്ഷൻ ഡി രാജശേഖരൻ. ഉത്തരം ഓപ്ഷൻ ബി എസ്ര ഡേവിഡ്, അല്ലേ? ഓപ്ഷൻ ബി എസ്ര ഡേവിഡ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്, ഗുഡ്. Ayangali was posthumously honored by the Indian Postal Department with a commemorative stamp in. ഏത് വർഷമാണ് അയ്യങ്കാളി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്ത് ആദരിച്ചത്? സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തി ആദരിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി അയ്യങ്കാളിയെ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തി ആദരിച്ച വർഷം ഏതാണ്? തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഓപ്ഷൻ എ 1980, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 2002, ഓപ്ഷൻ ഡി 2010. ഉത്തരം ഓപ്ഷൻ 2002 ആണ്, ഓർത്തിരിക്കുക. യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ വരുന്നത്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിലേക്കാണ്. നിങ്ങൾക്കറിയാം, അസേർഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ റീസൺ ആയിട്ട് ഒരു ചോദ്യം തന്നിട്ടുണ്ടാവും. പ്രത്യേകം ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ഇത് രണ്ടും ശരിയാണോ എന്നും, പിന്നീട് റീസൺ എന്ന് പറയുന്ന തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അസേർഷൻ്റെ യഥാർത്ഥ എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളതുമാണ്. ഓക്കെ അല്ലേ? യെസ്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. അസേർഷൻ അയ്യങ്കാളീസ് വില്ലുവണ്ടി യാത്ര, അല്ലെ? അയ്യങ്കാളീസ് വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് 1893 നടന്നിരിക്കുന്നത്. കൺസിഡേർഡ് ആസ് സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ ഇൻ കേരളാസ് ദളിത് മൂവ്മെന്റ്. ഒരു മാറ്റവും ഇല്ല. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കേരളത്തിലെ ദളിത് പ്രസ്ഥാനത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ആയിട്ട് എന്ത് മാറി? വില്ലുവണ്ടി യാത്ര മാറി 1893. അപ്പോൾ അസേർഷൻ എന്താണ്? ശരിയായി തന്നിരിക്കുകയാണ്. റീസൺ The event directly led to the abolition of caste-based restrictions on road usage in Travancore. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്തേ. ഈ ഇവന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി കാസ്റ്റ് ബേസ്ഡ് റെസ്ട്രിക്ഷൻസ്, റോഡ് യൂസേജിനുള്ള കാസ്റ്റ് ബേസ്ഡ് റെസ്ട്രിക്ഷനെ കൃത്യമായി ഡയറക്ട്ലി ഇത് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്യാൻ സഹായിച്ചോ? അപ്പം നിങ്ങൾ നോക്കി, ജാതി വിവേചനം അനുസരിച്ച് റോഡുകൾ ഉപയോഗിക്കുക എന്നുള്ള നിയമത്തെ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ ഈ വില്ലുവണ്ടി യാത്ര നേരിട്ട് കാരണമായോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ 1893 തന്നെ ഈ പറയുന്ന പോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് റോഡ് യൂസേജ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞോ? ഇല്ല. 1900 ശേഷം മാത്രമാണ്, 1900 ഇത് നടക്കുന്നത്. അപ്പോൾ ഡയറക്ട്ലി ആയിരുന്നോ? ഡയറക്ട്ലി ആണെങ്കിൽ 1893 തന്നെ നടക്കണമായിരുന്നു. പക്ഷേ ഡയറക്ട്ലി അല്ല എങ്കിൽ പോലും പിൽക്കാലത്ത് ഈ റോഡുകൾ തുറന്നു കൊടുക്കുന്നതിന് കാരണമായിരുന്നു വില്ലുവണ്ടി യാത്ര. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്ട്ലി അല്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 എന്താണ്? തെറ്റാണ്. തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. അപ്പോൾ 1900 മാത്രമാണ് യെസ് എന്ത് ചെയ്യുന്നത്? ഈ റോഡ് തുറന്നു കൊടുക്കുന്നത് കേട്ടോ. ശരി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താ? എ ട്രൂ, അതുപോലെ 6 ഫോൾസ് ആണ്, അല്ലേ? അപ്പോൾ നോക്കൂ, എക്സ്പ്ലനേഷൻ വളരെ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അയ്യങ്കാളീസ് വില്ലുവണ്ടി യാത്ര വാസ് എ ക്രൂഷ്യൽ ആക്ട് ഓഫ് ഡിഫിയാൻസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ റോഡ് യൂസേജ്, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഡയറക്ട്ലി ലീഡ് ടു ദ അബോളിഷൻ ഓഫ് ദീസ് റെസ്ട്രിക്ഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്ട്ലി റെസ്ട്രിക്ഷനെ എന്ത് ചെയ്തില്ല? അബോളിഷ് ചെയ്തില്ല. അതുപോലെ തന്നെ ദ ഫൈറ്റ് ഫോർ ദളിത് ആക്സസ് ടു റോഡ്സ് കണ്ടിന്യൂഡ് ഫോർ സെവറൽ മോർ ഇയേഴ്സ്. ക്ലിയർ? യെസ്. അടുത്ത അസേർഷൻ എന്ന് പറയുന്നത് അയ്യങ്കാളീസ് അഗ്രികൾച്ചർ ലേബർ സ്ട്രൈക്ക് ഓഫ് 1904 to 1905 വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് ലേബർ സ്ട്രൈക്ക് ഇൻ ഇന്ത്യ. നന്നായിട്ട് ആലോചിച്ച് ഉത്തരം എഴുതാം കേട്ടോ. യെസ്. അപ്പോൾ ഒന്നുകൂടി, അയ്യങ്കാളീസ് അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് ഓഫ് 1904 to 1905 വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് ലേബർ സ്ട്രൈക്ക് ഇൻ ഇന്ത്യ. ശരിയാണോ എന്നുള്ളത് ചെക്കൗട്ട് ചെയ്യുക.
Reason: the strike successfully secured land rights for Dalits in Travancore. The strike secured land rights for Dalits in Travancore. Yes, ഉത്തരം നമുക്കൊന്ന് നോക്കാം. യെസ്, ആൻസർ സി ആണ്. എ ട്രൂ ആണ്, ബട്ട് ആർ ഫോൾസ് ആണ്. ഞാൻ നിങ്ങളോട് അഗ്രികൾച്ചർ ലേബർ സ്ട്രൈക്കിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആദ്യത്തെ ലേബർ സ്ട്രൈക്ക് ആയിരുന്നു അല്ലേ? അത് ശരി തന്നെയാണ്, തീർച്ചയായിട്ടും ഞാനത് പറയാൻ വിട്ടുപോയി, സോറി. ആദ്യത്തത് ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെയായിരുന്നു ആഫ്റ്റർ ഇഫക്റ്റ്? അഗ്രികൾച്ചർ ലേബർ സ്ട്രൈക്കിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയായിരുന്നു? എന്തിനു വേണ്ടിയിട്ട് നടത്തിയത്? ഒന്ന്, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി. രണ്ട്, ഈ പറയുന്ന പോലെ തന്നെ അവരുടെ ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്തത്? അവർക്ക് കിട്ടിയത് ബെറ്റർ വേജ് കിട്ടി, ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ഓപ്ഷൻസ് കിട്ടി, അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവും അവർ നേടിയെടുത്തു അല്ലേ? അപ്പോൾ ദ സ്ട്രൈക്ക് സക്സസ്ഫുള്ളി സെക്യൂർഡ് ലാൻഡ് റൈറ്റ്സ് ഫോർ ദളിറ്റ്സ് ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. യെസ്, അപ്പോൾ സോ എ കറക്റ്റാണ്, ആറ് തെറ്റാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ സി ആണ്. ക്ലിയർ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത അസേഷനാണ് നമ്മൾ കാണുന്നത്. ദ സാധുജന പരിപാലന സംഘം ഫൗണ്ടഡ് ഇൻ 1907 വാസ് മോഡൽഡ് ആഫ്റ്റർ ദ SNDP യോഗം. ഓക്കെ അല്ലേ? ശരിയാണോ തെറ്റാണോ? തീർച്ചയായിട്ടും ശരിയാണ് അല്ലേ? റീസൺ: അയ്യങ്കാളി ആൻഡ് ശ്രീനാരായണ ഗുരു ഹാഡ് ഐഡന്റിക്കൽ വ്യൂസ് ഓൺ കാസ്റ്റ് റിഫോം ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഐഡന്റിക്കൽ എന്ന് വെച്ചാൽ സെയിം. വാട്ട് ഡു യു തിങ്ക്? സെയിം ആണോ? വളരെ വ്യക്തമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞത് ഡിഫറെൻ്റ് ആണെന്നല്ലേ? സോ ആറ് തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എഗെയിൻ ഓപ്ഷൻ സി തന്നെയാണ് ഉത്തരം. യെസ്, ബോത്ത് എ ആൻഡ് ആർ ശരിയല്ല അല്ലേ? സോ എ ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫാൾസ്. ക്ലിയർ? യെസ്, തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഞാൻ എടുത്തു പറഞ്ഞ എന്താ? സാധുജന പരിപാലന സംഘം വാസ് ഇൻഡീഡ് മോഡൽഡ് ആഫ്റ്റർ ദ SNDP യോഗം. ഹവർ അയ്യങ്കാളി ആൻഡ് ശ്രീനാരായണ ഗുരു ഹാഡ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു സോഷ്യൽ റിഫോം എന്നാണ് പറഞ്ഞത്. വൈൽ നാരായണ ഗുരു ഫോക്കസ്ഡ് ഓൺ ഇന്റേണൽ റിഫോംസ് വിത്തിൻ ഹിന്ദു സൊസൈറ്റി. ഹിന്ദു സൊസൈറ്റിയിൽ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങി നിന്നതെങ്കിൽ അയ്യങ്കാളി ഡയറക്ട്ലി ചാലഞ്ച് ദ കാസ്റ്റ് സിസ്റ്റം ത്രൂ പ്രൊട്ടസ്റ്റ് ആൻഡ് ആക്ടിവിസം. ക്ലിയർ ആണ്? യെസ്. അടുത്ത അസേഷനിലേക്ക് നമ്മൾ പോകുന്നു. ദ പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ ദ കല്ലുമാല സമരം ഓഫ് 1915 വാസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ ഇമ്പോസ്ഡ് ഓൺ ദളിറ്റ്സ്. ഐ റിപ്പീറ്റ്, ദ പെരിനാട് സ്ട്രൈക്ക് അല്ലെങ്കിൽ കല്ലുമാല സമരം ഓഫ് 1915 വാസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ ഇമ്പോസ്ഡ് ഓൺ ദളിറ്റ്സ്. അസേഷൻ ശരിയാണോ? ശരി, നന്നായിട്ട് ആലോചിച്ചോക്കെ. ശരിയാണെങ്കിൽ ഓക്കെ അല്ലേ? ശരി. അടുത്തത്, ദ മൂവ്മെന്റ് സക്സസ്ഫുള്ളി ലെഡ് ടു ദ എൻഡ് ഓഫ് ദ പ്രാക്ടീസ് ഓഫ് അപ്പർ കാസ്റ്റ് ഹിന്ദുസ് റെസ്ട്രിക്റ്റിംഗ് ദളിത് വുമൻ ഫ്രം വെയറിംഗ് അപ്പർ ബോഡി ഗാർമെന്റ്സ്. ശ്രദ്ധിച്ചേ, ആറ് ശരിയാണ്, പക്ഷേ എ ശരിയാണോ? ഇവിടെ നേരെ തിരിഞ്ഞു അല്ലേ? എ തെറ്റാണ്. യെസ്, ആറ് ശരിയാണ് അല്ലേ? യെസ്, വെരി ഗുഡ്. ഉത്തരം ഓപ്ഷൻ ഡി, എ ഇസ് ഫാൾസ് ബട്ട് ആർ ഇസ് ട്രൂ അല്ലേ? അപ്പോൾ കല്ലുമാല സമരം എന്ന് പറയുന്നത് പെരിനാട് സ്ട്രൈക്ക്, ഓൾസോ നോൺ ആസ് ദ കല്ലുമാല സമരം, was specifically aimed at allowing Dalit women to wear upper body garments. It was not directly related to forced labor. എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റണം കേട്ടോ നമുക്ക്. ശരി. അടുത്ത അസേഷൻ, അയ്യങ്കാളി's induction into the ശ്രീമൂലം പോപ്പുലർ അസംബ്ലി was a symbolic victory for Dalits in Travancore. ശരിയാണോ തെറ്റാണോ? ആലോചിക്കൂ. ശരി. റീസൺ: ദ അസംബ്ലി ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെന്റഡ് പോളിസീസ് ദാറ്റ് ഗ്രാൻഡഡ് ദളിറ്റ്സ് ഈക്വൽ ആക്സസ് ടു ദ ടെമ്പിൾസ് ആൻഡ് പബ്ലിക് പ്ലേസസ്. അങ്ങനെ ഉണ്ടോ? അങ്ങനൊരു സംഭവം ഉണ്ടോ? വളരെ പെട്ടെന്ന് ചെയ്തോ? അയ്യങ്കാളി സഭയിൽ അംഗമായി എന്നൊക്കെ ഉള്ളത് ഓക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ ഉടനടി അംഗീകരിക്കപ്പെട്ടോ? ശരി. അപ്പോൾ ഉത്തരം യെസ്, എ ശരിയാണ്, പക്ഷെ ആറ് തെറ്റാണ്. ഓക്കെ അല്ലേ? എ ശരിയല്ലേ? അതൊരു വലിയ വിക്ടറി ആയിരുന്നു ദളിതർക്ക്, അയ്യങ്കാളി ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അംഗമായത് കേട്ടോ. ശരി. യെസ്, അപ്പോൾ നമ്മൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്ത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയ്യങ്കാളിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. മഹാത്മാ അയ്യങ്കാളി അല്ലെങ്കിൽ മഹാനായ അയ്യങ്കാളിയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ക്ലാസ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ സന്തോഷത്വം നിങ്ങളിലേക്ക് ഈ സന്തോഷം പകർന്നു തരാൻ കഴിഞ്ഞതിൽ വീണ്ടും സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്ലാസ്സുകൾ നന്നായിട്ട് തന്നെ വീക്ഷിച്ചതിന് ശേഷം ഇൻ ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓൾറെഡി നമ്മൾ തന്നു പല രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലേ? വൺ വേർഡ് ആയിരുന്നാലും ശരി, സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നാലും ശരി, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും ശരി, നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്ത് റേഞ്ചിൽ ഇനി ചോദ്യങ്ങൾ വന്നാലും എഴുതാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ചെയ്യേണ്ടത്. സോ നന്നായി പഠിക്കുക. താങ്ക് യു.